എബ്രായർക്ക് എഴുതിയ ലേഖനം ദയവായിട്ട് നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്നുകൊണ്ട് വരികയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം. എല്ലാവരും ബൈബിൾ ഉള്ളവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ച് സഹായിക്കണം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. മതി. ദൈവം അനുവദിക്കുന്ന പക്ഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ധ്യാനിക്കാം. വളരെ വളരെ പ്രാധാന്യമുള്ള, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ദൈവിക വെളിച്ചമാണ് ഞാൻ ഈ തിരുവെഴുത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളായ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ എല്ലാ ലോകത്തെ ജീവിതം വളരെ ചെറിയ ജീവിതവും വലിയൊരു പ്രതീക്ഷയോടെ നിത്യനായ ദൈവത്തോടുകൂടെ നിത്യമായി എന്നേക്കും വാസം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ നമുക്ക് ഈ ഭൂമിയിൽ നാഥനായി ലഭിച്ചു, അവിടുത്തെ ജീവൻ നമുക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു ആത്മാവിന്റെ വില സർവ്വ ലോകത്തെക്കാൾ വിലയേറിയത്. അത് പറഞ്ഞത് ഈ സർവ്വലോകത്തെയും സൃഷ്ടിച്ച ദൈവപുത്രനാണ് പറഞ്ഞത്. ഒരാളുടെ ആത്മാവിന്റെ വാല്യൂ എന്ന് പറയുന്നത് താൻ ഉണ്ടാക്കിയ ഈ മുഴുവൻ പ്രപഞ്ചത്തെക്കാളും വിലയേറിയതാണ്. സോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ജീവിക്കുമ്പോൾ, യേശുവിനോട് കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ ഈ ദിവസങ്ങളിൽ ദൈവം മനസ്സിലാക്കി തന്ന ഒരു യാഥാർത്ഥ്യം, ഇത് പഠിച്ചു എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇത് പഠിച്ചാൽ നമുക്കെല്ലാവരും പഠിച്ചവരാണ്, നമ്മളെല്ലാവരും ഇത് പ്രസംഗിക്കുന്നവരാണ്. ഒരു പക്ഷേ 100 കണക്കിന് പ്രാവശ്യം ഈ വാഹനങ്ങൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് കിട്ടാത്ത കുറെ പ്രകാശം, ഒത്തിരി വെളിച്ചം ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പ്രകാശിപ്പിക്കും. നമ്മൾ ഒരേ വേദഭാഗം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരേ വേദഭാഗം. ഞാൻ ഉദാഹരണം പറയാം. അപ്പം യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായം ഇരിക്കട്ടെ. ആ 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ എടുക്കണ്ട, താഴോട്ട് മുന്തിരിവള്ളിയുടെ കൊമ്പുകളുടെയും ആ ഒരു വേദഭാഗങ്ങൾ നിങ്ങളൊരു 10 ദിവസം എല്ലാ ദിവസവും അത്രയും മാത്രം വായിച്ചിട്ട് ധ്യാനിക്കുക, അതൊന്ന് കുറിച്ചിടുക. നിങ്ങൾ 10 ദിവസം വായിച്ചത് 10 ദിവസവും എന്ത് നിങ്ങളുടെ മനസ്സിൽ ദൈവം തരുന്നു അത് കുറിച്ചിട്ടാൽ ഈ 10 എണ്ണവും വ്യത്യസ്തമായതായിരിക്കും. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് റെവലേഷൻസ് ഒരേ തിരുവെഴുത്തിൽ നിന്ന് തരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. സോ നമ്മൾ എന്താണ് ഈ വാക്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം, നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, ഇവിടെ അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇത് പൗലോസ് എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു, എബ്രായർക്ക് എഴുതിയാണ്. കാരണം ഈ എഴുത്ത് കണ്ടാൽ അത് പൗലോസിന്റെ എഴുത്ത് മാതിരി ഉള്ളത് കൊണ്ട് അങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഇവിടെ തുടങ്ങുന്ന അതുകൊണ്ട്, ഈ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ താഴോട്ടുള്ളതല്ല വായിക്കേണ്ടത്, അതിന്റെ മുകളത്ത് വായിക്കണം. 5-ാമത്തെ അധ്യായത്തിന്റെ സമാപന ഭാഗത്ത് എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും ദൈവവചനത്തിന്റെ പാലത്രേ കുടിപ്പാൻ വാഞ്ചിക്കുന്നത്. കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ ശിശുവല്ലോ. അപ്പം ഈ ശിശു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശിശു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബൈബിളിനെ എവിടെ കൊണ്ട് വ്യാഖ്യാനിക്കണം? ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. അപ്പൊ ബൈബിളിൽ ശിശു എന്ന് പറഞ്ഞേക്കുന്ന ആരാ? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന് 1-ാം വാക്യം എന്തുവാ? അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം അവൻ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പൊ ശിശു എന്ന് പറയുന്നത് ആരാ? ശിശു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ബാലപാഠങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ അപ്പോസ്തലനായ പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് ആരായിട്ടാ? ശിശുക്കൾ. ഹല്ലേലൂയ. ഇതിന് വേറൊരു പ്രധാനതയുണ്ട്. അപ്പൊ ഞാൻ പണ്ട് വിചാരിച്ചത്, നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചത് ക്രിസ്തുവിൻ നമ്മൾ ഇങ്ങോട്ട് അറിയുമ്പോൾ, നമ്മൾ യേശുവിനെ ഇങ്ങോട്ട് അറിഞ്ഞു വരുമ്പോൾ നമ്മൾ ആരായി മാറി? ശിശുവായി മാറി. പിന്നെ നമ്മൾ ഇങ്ങനെ വളർന്നു. അങ്ങനല്ല. ഒരാൾ ക്രിസ്തുവിനെ അറിയുന്ന നിമിഷം ക്രിസ്തുവിന്റെ ആത്മാവ്, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കണം, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളെ അവന്റെ ശരീരമാകുന്ന അവയവത്തിൽ ആത്മാവിനാൽ ഇമേഴ്സ് ചെയ്യുന്ന ആ നിമിഷം, ആ ബോഡിയുടെ ഭാഗമാകുന്ന
ആ നിമിഷം വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, തലയായവനിൽ സകല വാഴ്ചകൾക്കും അധികാരത്തിനും തലയായവനിൽ നിങ്ങൾ പരിപൂർണരാകുന്നു. ശുദ്ധൊരു വാക്കാ. ആരില്ല? നിങ്ങളിൽ പരിപൂർണരല്ല, മറിച്ച് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവൻ. ഈ വാഴ്ചകളും അധികാരം എന്ന് പറയുമ്പോൾ എന്തോ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശാസിക്കുന്നത് എന്തിന്? വാഴ്ചകളെ, അധികാരങ്ങളെ, സർവ്വലോക ശക്തികളെ ഈ വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർഗം വെപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, താഴോട്ട് പറയുന്നുണ്ട്. അവയുടെ മേൽ കുരിശിൽ ജയോത്സവം കൊണ്ടാടി. അപ്പൊ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയാണ് ക്രിസ്തുവെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റിൽ വാഴ്ചയും അധികാരം എന്താ? മലയാള സംസ്കാരത്തിൽ പിശാച്, മന്ത്രവാദം, ദേശാധിപതി, അപ്പുറത്തെ കുടിയിരിപ്പ്, ഇപ്പുറത്തെ മന്ത്രവാദികൾ, ശകുനക്കാര്, ഈ സാധനങ്ങളാണ് നമ്മുടെ വാഴ്ച അധികാരം. അങ്ങനെയാണെങ്കിൽ ശകുനക്കാരന്റെയും മന്ത്രവാദിയുടെയും ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും തലയാണോ ക്രിസ്തു? ആലോചിക്കത്തില്ല നമ്മൾ. മന്ത്രവാദവും ശകുനവാദവും ഈ കാണുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളും ഒക്കെയാണ് ഈ വാഴ്ചയും അധികാരമെങ്കിൽ അതിന്റെ തല ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തു മന്ത്രവാദിയുടെ തലയായി പോകത്തില്ല. ആലോചിച്ച് നോക്ക്. പക്ഷെ വാസ്തവത്തിൽ എന്താ? വാഴ്ചകൾക്ക് അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം. ന്യായപ്രമാണത്തെ റൂൾ ചെയ്യുന്ന യഹൂദൻ, അവിടുത്തെ പുരോഹിതന്മാർ, അവിടുത്തെ ശാസ്ത്രിമാർ, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ആ സിസ്റ്റത്തെയാണ് വേദപുസ്തകം വിളിക്കുന്നത് വാഴ്ചകൾ അധികാരം. അതുകൊണ്ടാണ് പറഞ്ഞ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് യേശു ഉയർത്തെഴുന്നതിന്റെ ശേഷം പറഞ്ഞൊരു വാചകം ഉണ്ട്. എന്തുവാ? സ്വർഗത്തിലും ഭൂമിയിലും, മറക്കല്ലേ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഏതാ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം? എന്തെങ്കിലും എഴുതി വെച്ചില്ലേ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. ചിലരുടെ നോട്ടം അനുസരിച്ച് ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു എന്ന രീതിയിലാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഈ സ്വർഗവും ഭൂമി? ഓൾഡ് കവനന്റ് സിസ്റ്റം. അപ്പം ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന്റെ അധികാരി ആരായിരുന്നു? പുരോഹിതൻ. എപ്പോഴും ശ്രദ്ധിച്ചോണം, പുരോഹിതനാണ് അവിടുത്തെ ചീഫ്. ഈ ലോകത്തിന്റെ പ്രഭു ആരാണ്? ശ്രദ്ധിക്കും, ലോകത്തിന്റെ പ്രഭു ആരാ? മഹാപുരോഹിതനാ. മരണാധികാരി ആരാ? മരണാധികാരി ആയിരുന്ന ഘോരനാംബി. ഈ മരണാധികാരിയായ പിശാചാരാ? മഹാപുരോഹിതനാ. ദൈവമേ, അങ്ങാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്തോത്രം. നമ്മളെ ആരെയൊക്കെ വരുന്നത് മരണാധികാരി ആരാ? നമ്മുടെ കോൺസെപ്റ്റില് ഏതോ ഒരു അദർശ്യ ശക്തി ഉണ്ട്. അല്ല, മരണത്തിന്റെ ശുശ്രൂഷ നടത്തുന്ന ആളാരാണ്? മഹാപുരോഹിതൻ. അതായത് ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന് ബൈബിളിൽ ഇരിക്കുന്ന പേരെന്താ? മനുഷ്യൻ കൈകൊണ്ട് അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ. അപ്പൊ മരണ ശുശ്രൂഷയായ ന്യായപ്രമാണത്തിന്റെ ചീഫ്, ടഫ് മോസ്റ്റ് റൂളർ ആരാണ്? മഹാപുരോഹിതൻ. അപ്പം മരണാധികാരി ആരാണ്? മഹാപുരോഹിതൻ. ലോകത്തിന്റെ പ്രഭു ആരാണ്? മഹാപുരോഹിതൻ. ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന ആരാണ്? ഈ കൂട്ടമാണ്. അപ്പൊ സ്വർഗത്തിലും ഭൂമിയിൽ അധികാരം ലഭിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സകല ന്യായപ്രമാണത്തിന്റെയും സകല പ്രവാചകന്മാരുടെയും ആ റൂളറിന്റെ മുഴുവൻ അധികാരവും എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടി? അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ്, എന്നെ കൊന്നു, കുരിശിച്ചു, 3 ആണിൽ തൂക്കി, എന്റെ അവസാനത്തുള്ളി രക്തം വരെ ഞാൻ ഊറ്റിക്കൊടുത്തു. എന്നാൽ 3-ാം നാളിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ മരിച്ച ഞാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഉയർത്തെഴുന്നേറ്റ നിമിഷം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധങ്ങൾ ഇല്ലാതായി. അവരുടെ അവസാനത്തെ ആയുധമായതായിരുന്നു മരണമായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്ന് ആ ആയുധം ഇല്ലാതായി. അപ്പൊ യേശു ക്രിസ്തു കുരിശിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ അധികാരം ഏതാണ്? ആയുധം ഏതാണ്? മരണം. മരണത്തെ ക്രിസ്തു തോൽപ്പിച്ചപ്പോൾ ആ മരണം എന്ന ആയുധം അവരുടെ കയ്യിൽ നിന്ന് ഇല്ലാതെയായി. ആമേൻ. എന്നിട്ട് ക്രിസ്തു പറയാ, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ലോകം മൊത്തം പോയിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കും. ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയും നാളും ഈ ജനത്തെ അടിമയാക്കി വെച്ചിരുന്ന, കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന, അടച്ചു വെച്ചിരുന്ന, മുഖത്തിന്റെ കീഴിൽ വെച്ചിരുന്ന ന്യായപ്രമാണത്തിനും സിസ്റ്റത്തിനും എന്നേക്കുമായി എന്ത് ചെയ്തിരിക്കുന്നു? നീക്കം വന്നിരിക്കുന്നു. അവരുടെ ആയുധവർഗം ഞാൻ പിടിച്ചു വാങ്ങി. ഞാൻ മരണത്തെ ജയിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. സകലത്തിന്റെയും അധികാരം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. സോ ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റപ്പോ തന്നെ ഇവ തോറ്റുപോയി. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശിശു എന്ന് പറഞ്ഞാൽ ആരാണ്?
ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഞാൻ പറയാൻ പോകുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്ന പോലെ ആയിപ്പം. കാരണം നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരും ബഹുമാന്യരും ഒരുപാട് നല്ല ആത്മീക ജീവിതം നയിക്കുന്ന ആളുകളാണ് ഒത്തിരി പേർ നമ്മുടെ വെളിയിലുണ്ട്. നമ്മൾ പറയുന്നത് മാത്രം ശരിയായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനകത്ത് ട്രൂത്ത് ഉണ്ട്, അത് നമുക്ക് തന്റെ അടുത്തോടെ പറയാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം വലിയ കുഴപ്പക്കാരാണെന്ന് ചിന്തിക്കരുത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. എന്തിനാ പറയുമ്പോൾ, സ്വർഗമേ ഞങ്ങളുടെ കണ്ണ് നീ തുറന്നു തന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ധൈര്യത്തോടെ 100 കണക്കിന് പ്രതിസന്ധി ഉണ്ടായിട്ടും ഇത് വിളിച്ചു പറയാനുള്ള ധൈര്യം തന്നതിനാൽ സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്നെ പോലെ വേറൊരുത്തനായിരുന്നു ഒരു പക്ഷെ എന്ന് ഇത് കളഞ്ഞിട്ട് ഒന്നുകിൽ ഇവൻ ലോകത്തിന്റെ പുറകെ പോയനായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ പോയി പഴയ പാട്ടിനകത്ത് പോയനായിരുന്നു. പക്ഷെ പോകുന്നില്ല. എന്താ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കുശവന്റെ കയ്യിലെ പാത്രം ഉടഞ്ഞു പോയാൽ ആ പാത്രത്തെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു പാത്രമാക്കാൻ പറ്റും. കാരണം എന്താ? കുശവന്റെ കയ്യിലെ മണ്ണ് തീച്ചൂളയിലൂടെ പോയിട്ടില്ല. തീച്ചൂളയിലൂടെ പോയ ഒരു കലം ഉടഞ്ഞു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കുടത്തെ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ചെടി നടുമ്പോ ചെടിയുടെ അടിയിൽ ഓട്ടയ്ക്ക് വെള്ളം പോകാൻ വേണ്ടി അവിടെ കൊണ്ട് കമത്തി വെക്കാൻ പറ്റില്ലേ? നമ്മളങ്ങനെ ഇല്ലേ, കുറച്ച് സാധനമൊക്കെ ഇട്ടിട്ടല്ലേ വെള്ളം പോകാൻ വേണ്ടി, അടഞ്ഞു പോകാതിരിക്കും, അതിനെ വെള്ളത്തുള്ളൂ. അതേസമയം ഈ കലം വേകുന്നതിന് മുമ്പ്, അതായത് ആ പ്രോസസ്സിലൂടെ പോകുന്നതിന് മുമ്പാണ് ഉടഞ്ഞു പോയതെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊന്നാക്കി മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ദൈവത്തിന്റെ തീച്ചൂളയ്ക്കകത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഓർമ്മയ്ക്കകത്ത് കയറി വെന്ത പാത്രങ്ങളാണ്. രൂപപ്പെടുത്താൻ പറ്റത്തില്ല, പൊട്ടിച്ചു കളയാനേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മാറാൻ പറ്റത്തില്ല. വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കളോട് ചോദിച്ചു നോക്ക്, അവർക്ക് ലഭിച്ച വെളിപ്പാടിൽ നിന്ന് തിരുത്തി പറയാൻ പറ്റത്തില്ല. കാരണം സത്യം അത്ര പവർഫുൾ ആണ്. എന്നല്ലാമേ പറ, ഒരു ട്രൂത്ത് അകത്ത് വന്നാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ട്രൂത്ത് അകത്ത് വന്നാൽ അത് ട്രൂത്ത് മാത്രമല്ല, അതിന്റെ ഉടമസ്ഥനും കൂടെ ചേർന്ന് അകത്ത് വരും. അതുകൊണ്ടാ യേശു ക്രിസ്തുവിന്റെ പേരതാ. യേശു പറഞ്ഞ വാക്ക്, ഞാൻ തന്നെ വഴിയും സത്യവും. സത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആണെങ്കിൽ സത്യം അകത്ത് വന്നാൽ ആര് വന്നെന്നാ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ട്രൂത്ത് അകത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ അകത്ത് വരിക എന്നാ. അതാണ് നമുക്ക് ലിബർട്ടി തരുന്നത്, അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, അതാണ് നമ്മളെ ഉത്സാഹമുള്ളവരാക്കി മാറ്റുന്നത്. ലോകം മുഴുവൻ എതിരായി വന്നാലും നമ്മളെല്ലാം പാടില്ലേ, ഉറ്റവർ സ്നേഹം പാട്ട് പാടിയിട്ടില്ലേ? ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ട് മാറിയാലും മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം പാടും ഇല്ലേ? ആരെല്ലാം നിങ്ങളെ തളർത്തി കളഞ്ഞാൽ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് പ്രസംഗിക്കാനും പാടാനും പറ്റും. നമ്മളെ ഒരാളും നമ്മുടെ മുഖത്ത് നോക്കി മിണ്ടാതിരുന്നാൽ നമുക്ക് ശോഭമായി പോകും. ഈ ലോകം മുഴുവൻ നിങ്ങളെ എതിർക്കട്ടെ. എതിർത്താ ഇപ്പുറത്ത് നീ കാണത്തില്ല, അത്രയേ ഉള്ളൂ. നീ കാണത്തില്ല, നീ പാടും, പ്രസംഗിക്ക പറയും. ഈ ലോകം മുഴുവൻ നിന്നെ എതിർക്ക്, നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും. സെൻട്രൽ വാസം മോഹൻ കറുത്തപ്പന്റെ വിശേഷവേല നിർത്തിട്ട് പോകും. ഇതൊക്കെ പറയാൻ കൊള്ളാം, ആവേശത്തിന് കൊള്ളാം, മോട്ടിവേഷന് കൊള്ളാം. ഞാൻ ഓപ്പണായിട്ട് പറയാം, ശരിയാ, ലോകത്തിൽ നമുക്ക് ബന്ധങ്ങൾ വേണം, നമ്മളെ സ്നേഹിതർ വേണം, നമുക്ക് കുടുംബം വേണം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വേണം, മക്കൾ എല്ലാം വേണം. എല്ലാം പൊയ്ക്കോട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒറ്റപ്പെടുത്തും ലോകം. പക്ഷെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. ബൈബിളിൽ ഒരു വാക്യല്ലേ, ബൈബിളില് ഈ സങ്കീർത്തനം രചിച്ചത്, ഏറ്റവും കൂടുതൽ രചിച്ചത് ദാവീദല്ലേ. ഇയാൾ എവിടെ ഇരുന്ന് എഴുതിയെന്നറിയുന്നത് മുഴുവൻ? ഇയാൾ കൊട്ടാരത്തിൽ കയറി എഴുതിയ ഒറ്റ സങ്കീർത്തനം ഉള്ളത് 51-ാം സങ്കീർത്തനം. ബാക്കി മുഴുവൻ സങ്കീർത്തനങ്ങളും ഇയാൾ കാട്ടിലും മേട്ടിലും ഗുഹയിലിരുന്നപ്പോൾ എഴുതിയത്. ഇയാൾ എന്ന് മട്ടുപ്പാവി കയറിയോ അന്ന് പുള്ളിക്ക് 51 എഴുതേണ്ടി വന്നു. സ്തോത്രം. നീ ഗുഹയിലിരുന്നപ്പോ ആടിന്റെ പുറകെ നടന്ന് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ്, വലിയ കൊട്ടാരമൊന്നുമില്ല, ഒരു കുഞ്ഞൊരു കൂടാരം ഉണ്ടാക്കി. ഏതാ? സിയോൻ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഒരു ടെന്റ് അടിച്ചിട്ട് യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അവിടെ കൊണ്ടുവച്ചിട്ട് ആ പെട്ടകത്തിന്റെ മുമ്പിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്നപ്പോ ഒരു സങ്കീർത്തനം എഴുതി. എന്ന് പറയുമോ, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. ഗോറി ഹല്ലേലൂയ. സൂര്യപ്രകാശം വന്ന് തട്ടി ഈ കെരൂബുകൾ നിൽക്കുന്ന ദൈവത്തിന്റെ പെട്ടകത്തിന്റെ കെരൂബുകളുടെ പുറത്ത് ആ സൂര്യവട്ടം വന്ന് തട്ടി ഒരു നിഴല് വരുന്നുണ്ട്. ആ നിഴലിന്റെ കീഴിൽ വോട്ട് പോയിരുന്നിട്ട് സങ്കീർത്തനം 91 എഴുതിയിട്ട് പറഞ്ഞു, അത്യുന്നതനായവന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്ക്. ഏത് നിഴല? അക്ഷരാർത്ഥത്തിൽ സൂര്യന്റെ പ്രകാശത്താൽ ഉണ്ടായി വന്ന കെറൂബുകളുടെ നിഴലിനകത്ത് വന്നിരുന്ന് ഈ ദാവീദ് എഴുതി വെച്ചു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവരെ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതമാകുന്നു. ഞാൻ തെറ്റു പറയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടൽ വെളിപ്പാടിന്റെ കലവറ തുറക്കുന്ന നാളുകളായിരിക്കും.
ചേർന്ന് ആമേൻ പറയാൻ പറ്റുമോ? പെന്തക്കോസ്തിന്റെ അന്ന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ആമേൻ ജനങ്ങളുടെ മേൽ തന്റെ വചനത്തെ ന്യൂ കവനന്റിനെ കൊണ്ടുവന്നാൽ ആദ്യത്തെ പെന്തിക്കോസ് സംഭവിച്ചത് എവിടെയാ? ആദ്യത്തെ പെന്തിക്കോസ് സംഭവിച്ചത് സീനായുടെ മുകളിലാണ്. സീനായ് എന്ന് പറയുന്നത് മരുഭൂമിയിലാണ്. ദൈവം തന്റെ അരുളപ്പാട് കൊടുത്തത് എവിടാ? പറയുന്നേ, നിങ്ങൾ ഫുൾ ബൈബിൾ വായിച്ചു നോക്കോ. ദൈവം ആരോടെങ്കിലും ആലോചന പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ ഒരിക്കലും ജനവാസത്തിന്റെ നടുവിലല്ല, അനുഗ്രഹീതമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലല്ല, ഒരു ആരാധനയുടെ പശ്ചാത്തലത്തിലല്ല. ദൈവം തന്റെ ഭക്തന്മാരെ മൊത്തം മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാണ് വചനം പഠിപ്പിച്ചു കൊടുത്തത്. ഹൃദ്യമായി സംസാരിച്ചു. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഏലിയാവിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ആലോചന പറഞ്ഞു കൊടുത്തു. ദാവീദിനെ മരുഭൂമിയിൽ ആടുകളുടെ കൂടെ അയച്ച് ആലോചന പറഞ്ഞു കൊടുത്തു. മോശയെ മരുഭൂമിയിൽ കൊണ്ടുപോയി ശുശ്രൂഷയ്ക്കായി ഒരുക്കി. ഇസ്രായേലത്തെ മരുഭൂമിയിലൂടെ നടത്തി ആലോചനകൾ പകർന്നു കൊടുത്തു. യേശുവിനെ മരുഭൂമിയിലൊക്കെ നടത്തി ആത്മശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്നു. പൗലോസിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ദൈവികാലോചനയുമായി കൊണ്ടുവന്നു. മൊത്തം പഠിച്ചു നോക്ക്. ആരുടെയൊക്കെ പക്കൽ സ്വർഗീയ നിക്ഷേപമായ വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടോ ആ ദൈവമക്കളോട് ഞാൻ പറയാം, നീ 100 പേരുടെ കൂടെ നിന്നാലും നിന്റെ ജീവിതത്തിൽ ഒരു ഡെസേർട്ട് ഫീൽ ചെയ്യും, ഒരു വിൽഡർനെസ് ഫീൽ ചെയ്യും. മറക്കരുത്, ദാറ്റ് പ്ലേസ് വേർ ഗോഡ് വാണ്ട്സ് ടു ഗിവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഡെസേർട്ട് ഈസ് ഇമ്പോർട്ടന്റ്. ഭാര്യ കാണും, മക്കൾ കാണും, പിള്ളേർ കാണും, എല്ലാവരും കാണും, കൂട്ടുകാർ കാണും, ആവശ്യം പോലെ കാണും. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫ് ചില സമയത്ത് നമ്മൾ ഡെസേർട്ടിലായിരിക്കും. യേശു ക്രിസ്തുവിനെ നോക്കി. യേശു അതിരാവിലെ പ്രാർത്ഥിക്കാൻ പോയി. എങ്ങോട്ടാ? നിർജ്ജന പ്രദേശത്തേക്ക്. എന്തിനാ അവിടെ പോയത്? എപ്പോഴും നിർജ്ജന പ്രദേശം, ആരുമില്ലാത്ത സ്ഥലത്താണ്. യു ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. ഗോഡ് വിൽ സ്പീക്ക് ടു ദാറ്റ് പീപ്പിൾ. ആമേൻ. ഏകാന്തതയിൽ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഏതോ വെളിപ്പാട് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ആക്കി ദൈവം അതിനെ. കാരണം ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതം ചില പറഞ്ഞില്ല ഭാഗ്യം. ഈ ഭാഗ്യം എന്നൊരു സാധനം ആർക്കില്ല. അവന്റെ നല്ല കാലം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കാലം ആർക്കില്ല? വിശുദ്ധന്മാർക്കില്ല. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു നശിച്ച കാലമാണ്, ഒരു നല്ല കാലം വരും ഇല്ല. അത് കിളി ജ്യോതിഷക്കാർക്കേ ഉള്ളൂ. ഒരു നല്ല കാലം പിറക്ക പോകുതമ്മ തുട്ടുതാ. ഈ കോൺസെപ്റ്റിൽ വിശുദ്ധന്മാർ ജീവിക്കരുത്. നീ യേശുനാഥനെ അറിയുന്ന ആ നിമിഷം മുതൽ നിന്റെ പ്രാണൻ വിടുന്ന നാള് വരെ നിനക്ക് നല്ല നാളാണ്. നല്ല ആമേന്ന് കേൾക്കട്ടെ. സ്വതന്ത്രം ആണെന്നേ. അതിന്റെ അർത്ഥം എല്ലാം ഭൗതിക ലോകത്തെല്ലാം ശുഭമായി പോകുന്നല്ല. കുറവുകൾ വരാം, ബലഹീനതകൾ വരാം, സാമ്പത്തിക നഷ്ടങ്ങൾ വന്നെന്ന് വരാം, നിന്ദകൾ വന്നെന്ന് വരാം, മാനസികത, എവരിത്തിങ് വന്നെന്ന് വരാം. പക്ഷെ നീ അതിന്റെ അർത്ഥം നീ താഴെ പോയെന്നല്ല. ഹല്ലേലൂയ. എന്തോ ചിലവരത്തില് എന്നോട് ഇടയ്ക്ക് ചില സഹോദരന്മാര് പരിഹസിക്കാൻ ചോദിക്കുന്നതാണ്. എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബ്രദറെ പ്രൈസ് ദി ലോർഡ്. 2 രീതിയിലെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ടോ. എനിക്കിപ്പോ ആളുകൾ നന്നായിട്ടറിയാം. അച്ഛാ നിക്കോദിമോസിന്റെ ആ വിഷയത്തിനകത്ത് ഒരു വെളിപ്പാട്. അവൻ എന്തോ യോഗത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ എന്നെ വിളിച്ച് അവൻ നിക്കോദിമോസ് പ്രസംഗിക്കണം. അപ്പൊ എന്റെ അടുത്ത് വന്ന വല്ലവായിരിക്കുന്ന കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അടിക്ക്. ഞാനിത് മനസ്സിലാക്കി. എന്നെ സ്നേഹിച്ചതിൽ ഒരു നല്ല കൂട്ടം ആളുകള് എന്റെ ഇന്ന് വചനം മോട്ടിച്ച് തിന്നാൻ വന്നവരാ. സത്യമായിട്ട് സ്നേഹിച്ചിട്ടില്ല മക്കളെ. സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചർച്ചിനകത്ത് വന്ന് കുറെ മാന്യന്മാര് പോയിട്ടുണ്ടല്ലോ. എല്ലാവരും ലൈവ് കേൾക്കട്ടെ. എന്തിനാ വന്നേ? ജോണച്ചാന്റെ പ്രസംഗം. ജോണച്ചാന്റെ പ്രസംഗം കേൾക്കാൻ ഒരുത്തരും വരണ്ട. ജോണച്ചാൻ എന്തോ പ്രസംഗ വ്യാപാരിയാണോ? നിങ്ങളുടെ ഇത് ഇങ്ങനെയുള്ളവർ യേശുവിന്റെ സഭയ്ക്ക് കൊള്ളത്തില്ലെന്നേ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ വരണം. ബാ നമുക്ക് ഒരുമിച്ചോ. ഞാൻ വേറെ കാര്യം പറയാം. എന്റെയൊക്കെ പേഴ്സണൽ ലൈഫിനകത്ത് താന്നു പോയ സമയത്ത് എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. കൂടെ നിന്നവരുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവർ എപ്പോഴാണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു താഴ്ന്ന സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ അവരാണ് ഒറിജിനൽ സ്നേഹിതർ. ആമേൻ, ആമേൻ. അല്ലാതെ എന്റെ മിനിസ്ട്രി ഉള്ള, താങ്കളുടെ കൃപ ഉള്ള എല്ലാം പോവും. പ്രസംഗമില്ലെങ്കിൽ പിന്നെ ജോൺ ലോറൻസ് 0 ആയി പോത്തില്ലേ? അല്ലേ? പ്രസംഗം കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. എന്തുകൊണ്ടാ? അയാൾ എനിക്ക് ആ മാസാമാസം സ്വത്രാച്ച് തരും, അതുകൊണ്ടാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ജോൺ ലോറൻസ് ഈ പുൾപ്പിറ്റിൽ നിൽക്കാൻ ഒരു യോഗ്യനല്ല. ഞാൻ വചനത്തിന് പോയതല്ല കേട്ടോ. ഇനി തിരിച്ചു കയറി വരാം. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടങ്ങ് പോകും. ഹൈവേ ആണ്, അതൊരു ഭയങ്കര ഹൈവേ, 4-6 ലൈൻ ഹൈവേ ആണ്. ഐ എം കമ്മിങ് ബാക്ക്. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ശിശുക്കൾ ന്യായപ്രമാണത്തിൽ കീഴിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാല് കുടിച്ച് ഉള്ള പ്രായമുള്ള കട്ടിയുള്ള ആഹാരം എന്ന് പറയാൻ നീതിയുടെ വചനം. ഈ നീതിയുടെ വചനം ഞാൻ ഇപ്പൊ പറയുന്നില്ല, പറയാൻ പോയാൽ അത് വേറൊരു കട്ടിയുള്ള കാര്യമാണ്. ഒന്നാമത് അത് കട്ടിയുള്ള വചനമാണ്, ഇല്ലേ?
പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനി ഞാൻ കോമൺലി ഞാൻ പറയാം, പെന്റക്കോസ്റ്റൽസിൽ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, പെന്റക്കോസ്റ്റൽ സമൂഹം എന്നെ ഒരുപാട് സഹായിച്ച് ഇന്നും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകൾ, ആയിരക്കണക്കിന് ആൾ അവിടെയുണ്ട്. സ്റ്റിൽ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൊരുക്കന്മാരുണ്ട്, ഈ ചൊറിയണം പുറമുള്ളവർ, എന്നെ ചൊറിയാൻ വേണ്ടി ദൈവം ആക്കി വരാം. അവരെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം ഓർമ്മ വരും എനിക്ക്. പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, അഹങ്കാരിച്ച് പോകാതിരിക്കാൻ, നെകളിച്ച് പോകാതിരിക്കാൻ കുത്താനിട്ട് സാത്താന്റെ ദൂതനെ കുത്താൻ ഏൽപ്പിച്ച പോലെ കുറെ സാത്താന്റെ ദൂതന്മാര് കുത്താൻ വേണ്ടി കിടക്കുന്നു. ഓപ്പൺലി ഐ ആം ടെല്ലിങ്. ഞാൻ ഇപ്പം നിങ്ങൾ പറയത്തില്ല, നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷേപം ഒരാൾ ചുമ്മാ പറഞ്ഞിരിക്കട്ടെ, നമ്മൾ കേട്ടില്ലേ കുഴപ്പമില്ല, നമ്മൾ കേട്ടാലോ. രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരുന്ന ആടിനെ പോലെ യേശിരുന്നില്ലേ? നീ ഇരിക്കുവോ? പാസ്റ്ററേ അത് പോട്ടെ, എന്റെ മോനെ പോട്ടെന്ന് പറയാടാ. പക്ഷെ അത് കേൾക്കുമ്പോ അകത്തെന്തുണ്ടാവും? ഇവിടെ നിന്ന് എന്തൊക്കെയോ മാനസാന്തരം വന്നിട്ടില്ല, പാസ്റ്റർക്ക് ഇതുവരെ മാനസാന്തരം വന്നിട്ട്. എന്റെ പൊന്നു മോനെ, രോമം കത്രി യേശു ആയതുകൊണ്ടാ രോമം കത്രികയുടെ മുമ്പാകെ മിണ്ടാതിരുന്നില്ലേ? നമ്മളായിരുന്നെങ്കിലോ രോമം ഒന്ന് പറിച്ചു നോക്ക്. പണ്ടേ ഒരു ഫിലിമിനകത്ത് ഞാൻ കണ്ടതാ. ഇനി ഫിലിമിനെ ഉദാഹരണം പറഞ്ഞാൽ കുഴപ്പമുണ്ട്, അങ്ങ് ആയിക്കോട്ടെ. ഒരു യജമാനൻ വീട്ടിൽ ജോലി ചെയ്യാണ് ഒരു നടൻ, നമ്മുടെ ദിലീപാണ്. സിനിമയുടെ പേര് എനിക്കറിയത്തില്ല. അവള് ഭയങ്കര ഒരു അലവലാതി പെണ്ണാണ്, അതിനകത്ത് മാനേജർ. അവൾ എല്ലാത്തിനും വഴക്കുണ്ടാക്കും. നേരിട്ട് തെറി പറയാൻ പറ്റാത്ത ഇയാൾ എന്ത് ചെയ്ത് ബാത്റൂമിലോട്ട് കയറി ബക്കറ്റ് തല്ലി പൊട്ടിച്ച് അങ്ങ് തെറി പറഞ്ഞു. അറിയാൻ എന്താണ് പ്രൈസ് ദി ലോർഡ്, എന്തോ മൈ ബോസ്, ഗ്ലോറി. അല്ല പേര് മാത്രമേ എനിക്ക് മറന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ, നമ്മളെ വല്ലവരൊക്കെ പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ അഭിനയിക്കുക, കാപാടാ ഭക്തിയാ. ആ 2 വരണമെങ്കിൽ അതാണ് ഒറിജിനൽ സ്തോത്രം. പിന്നെ നമ്മൾ മിക്കവാറും അങ്ങോട്ട് തല്ലാൻ പോകാത്തത് ഒന്ന് നമുക്ക് തല്ലുള്ളൂ പേടിച്ചിട്ട്, സത്യമല്ലേ? അല്ലാതെ നമ്മൾ, ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇപ്പം ചില ആളുകൾ ചിലത് എനിക്കൊരു കമന്റ് എഴുതാണെന്ന് തോന്നുന്നില്ലേ? കമന്റ് എഴുതാൻ തോന്നും. ആ കമന്റ് എഴുതാൻ തോന്നുന്നത് നമ്മൾ എഴുതാത്ത എന്താ? ഇവൻ പറയുന്നതിന്റെ സൂപ്പർലേറ്റീവ് എഴുതാൻ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ എഴുതത്തില്ല. ഒന്ന്, നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഉടനെ അവൻ എന്ത് ചെയ്യും? അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അടുത്ത പേജ് കൊണ്ടിട്ട് പറയും, പ്രാസംഗികൻ വചനപ്രഭാഷകന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നു അന്യായ ഭാഷ. അപ്പൊ നമ്മൾ സത്യം പോലെ എഴുതാത്തത് നമ്മൾ ഭയങ്കര മാന്യന്മാരൊന്നും ആയതുകൊണ്ടൊന്നും അല്ല, പിന്നെ നമ്മളെ നാട്ടുകാരിട്ട് നീ പൂശണ്ടടാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ഒതുങ്ങുന്നതാ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മൾ പലരും, നമ്മൾ മനുഷ്യരാണ്. ഞാൻ ഓപ്പൺലി പറയാം, നമുക്ക് എവിടെയെങ്കിലും പ്രതികരിക്കാൻ പറ്റാതെ വരുന്നെങ്കിൽ ഒന്നുകിൽ ദൈവത്തിന്റെ കൃപ അത്രയ്ക്ക് നമ്മുടെ മേൽ വന്നേ പറ്റത്തു. പ്രൈസ് ദി ലോർഡ്. അതായത് രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശുവിന് ആ പ്രതിസന്ധി നിൽക്കണമെങ്കിൽ അത് യേശുവായേ പറ്റത്തുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ കോപം അടക്കാൻ പറ്റുന്നെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നെങ്കിൽ മുട്ടുമടക്കി നന്ദി പറയണം. പിന്നെ എന്റെ കർത്താവേ, ഈ സാഹചര്യത്തെ ജയിക്കാൻ, ഓവർകം ചെയ്യാൻ കൃപ തന്നതിനായി സ്തോത്രം. എന്റെ തനി സ്വഭാവം വീണ്ടും വെളിപ്പെട്ടിട്ടില്ല. ഞാൻ ഓപ്പൺ പറയാം, ഇപ്പം ഇവിടുത്തെ പ്രശ്നം അറിയാമോ? ദൈവം ഇതെല്ലാം കൂടെ മാറ്റിയിട്ടാണോ നമ്മളെ ശരിയാക്കി? ഞാൻ അതാ പറഞ്ഞത്, നീ കർത്താവിൽ എത്തുന്ന നിമിഷം നിങ്ങൾ ആരാണ്? പെർഫെക്റ്റ്. ഉറക്കെ പറ, നീ ക്രിസ്തുവിൽ എത്തിയ നിമിഷം മുതൽ നീ ആരാണ്? പെർഫെക്റ്റ്. ഐ ആം പെർഫെക്റ്റ്. അങ്ങനെ ഒരു തമാശ ഉണ്ട്, എടാ പെർഫെക്റ്റ് ഇതല്ലേ മച്ചാനെ, കൊള്ളാം, പെർഫെക്റ്റ്. ഓക്കെ, അങ്ങനല്ലേ? എല്ലാത്തിനും സോഷ്യൽ മീഡിയ കിടക്കുക. എന്തിനാ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ്? ഓക്കെ, യു ആർ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്, യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. അതായത് നിങ്ങൾക്ക് കുറവില്ല. ലിസൺ ടു മീ. നിങ്ങൾക്ക് കുറവുണ്ട്, നിങ്ങൾക്ക് കുറ്റമുണ്ട്, നിങ്ങൾ ശരിയല്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നെങ്കിൽ ആ ശബ്ദം ഒരിക്കലും സിയോനിൽ നിന്ന് വരുന്ന ശബ്ദമല്ല, അത് സീനായി നിന്ന് വരുന്ന ശബ്ദം. സീനായി നിന്റെ കുറ്റം പറയും, സിയോൻ നീ പെർഫെക്റ്റ് ആണെന്ന് പറയും. കാരണം നിന്റെ പെർഫെക്ഷൻ ക്രിസ്തുവാണ്. യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ കുറേശ്ശെ നന്നായിക്കൊണ്ടിരിക്കുകയല്ല, ഞാൻ നന്നായി എന്ന് എന്റെ ദൈവം പറഞ്ഞതുകൊണ്ട് അത് എന്നിൽ റിഫ്ലക്റ്റ് ആവുക. പിടിയോ? നിങ്ങൾ കുറേശ്ശെ നന്നാകുകയല്ല, നിങ്ങൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഓരോ റെവലേഷൻസ് നിങ്ങളെ ആരാക്കിക്കൊണ്ടിരിക്കുന്നു? നിങ്ങൾ കംപ്ലീറ്റ് ആണെന്നതിലേക്ക് നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കും. യു ആർ വാക്കിംഗ് ഇൻ ദ പെർഫെക്ഷൻ ബിക്കോസ് ഓഫ് ദ റെവലേഷൻ. മനസ്സിലായി? അല്ലാതെ ഒരു ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നന്നായി, അടുത്ത ആഴ്ച കഴിയുമ്പോൾ അങ്ങനെ ഇല്ല. യു ആർ ഓൾറെഡി കംപ്ലീറ്റ്. കാരണം ഈ നിമിഷം നിന്റെ പ്രാണൻ വീണാൽ എവിടെ പോകണം? പകുതി മാത്രം സ്വർഗത്തിൽ പോകും. ഞാൻ കുറച്ചേ ശരിയായുള്ളൂ, അത് കുറച്ച് മാത്രം സ്വർഗത്തിൽ കൊണ്ട് ബാക്കി എല്ലാത്തിനെ കത്തിച്ചു കളയാൻ പറയൂ. ആശയം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
കാരണം ഇന്ന് ഞായറാഴ്ച ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വഴക്ക് വാങ്ങിച്ചു കേട്ട ദിവസം ഏതാ? ഇന്ന കണ്ടംനേഷൻ. ഉപദേശിയുടെ മുഴുവൻ സങ്കീർത്തന വായനയ്ക്കകത്ത കണ്ടംനേഷൻ കേൾക്കുന്ന ദിവസം ഏതാ? ഞായറാഴ്ച. അതായത് കാശ് കൊടുത്ത് കുറ്റക്കാരനാണെന്ന് ഫ്രീ ആയിട്ട് പോരുന്ന് വാങ്ങിക്കുന്ന ദിവസത്തിന്റെ പേരാണ് ഞായറാഴ്ച. ദൈവം 2 ചെവിക്കകത്ത് പഞ്ഞി വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോകുന്ന ദിവസമാണ് ഞായറാഴ്ച. എന്താ പറയാ? മടുത്ത്. കാരണം നമുക്ക് എപ്പോഴേ ആരാധനയുള്ളൂ? ഞായറാഴ്ച. എന്താ കാര്യം? പഴയ കാലത്ത് എപ്പോഴായിരുന്നു ആരാധന? ശനിയാഴ്ച, സാബത്ത്. സാബത്തിൽ അവര് ഇപ്പോഴും അങ്ങനെ ശാപത്തിൽ പറഞ്ഞാൽ അവർ ചൂയിങ്കം പോലും ചോദിക്കത്തില്ല, അറിയാം. ഞാനത് അവരെ മിഷനായി വായിച്ചു. ശബത്തിൽ ഒരു കോഴി മുട്ടയിട്ട ശബത്ത് കഴിഞ്ഞാൽ മുട്ട തിന്നണമെങ്കിൽ കോഴിയെ കൊല്ലണം. നീ എന്തുകൊണ്ട് ശബത്തിൽ മുട്ടയിട്ടു? കോഴിക്കറിയാൻ പറ്റുമോ ശബത്ത്? അതിന് കറക്റ്റ് സമയമാകുമ്പോൾ മുട്ടയിട്ടല്ലേ പറ്റത്തുള്ളൂ. 260 പേജുണ്ട് അവരുടെ ഈ ശബത്തിനെ കുറിച്ച് മാത്രം കുത്തി എഴുതി വെച്ചേക്ക്. മറ്റൊരെണ്ണം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ജോൺ എന്ന എന്റെ പേരില്ലേ, പേന എടുത്തിട്ട് ജോ എന്ന് മാത്രമേ ശബത്തിന് എഴുതാൻ പറ്റൂ. 2ാമത്തെ അക്ഷരം എഴുതിയ ശബത്ത് ലംഘിച്ചു. അപ്പൊ ജോ എന്ന് എഴുതിയിട്ട് ശനിയാഴ്ച വൈകുന്നേരം ഇന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. രണ്ടെണ്ണം ഒരുമിച്ച് എഴുതിയ പേന എടുത്ത് എന്ത് ചെയ്തു? എഴുതി. ശബത്തിൽ അവർ ഇറച്ചി കഴിക്കത്തില്ല. കാരണം ഇറച്ചി കഴിച്ചാൽ അതിന്റെ തെളിവായിട്ട് എന്ത് കാണാം? ഏത് മഹാൻ കഴിച്ചാൽ ഇറച്ചി കഴിച്ചാൽ ഒരു പല്ലുകുത്തി എടുക്കേണ്ടി വരും. കാരണം എവിടെ കയറും? ഈ പല്ലിനിടയ്ക്കൊക്കെ കയറും. അപ്പൊ ആ പല്ലുകുത്തി വെച്ച് ഇത് ഇളക്കണം. അപ്പൊ ഇത് ഇളക്കുന്നത് ജോലിയാ, ശബത്ത് ലംഘനം. അതുകൊണ്ട് ഇറച്ചി കഴിക്കരുത്. അടിപൊളിയല്ലേ? ഒന്നുമില്ല, സ്വിച്ച് എടുത്തില്ല, വനങ്ങത്തില്ല. ശാപത്ത് എന്തൊരു ഗതികെട്ട ദൈവം തമ്മിൽ നല്ല ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് വല്ലോം ചെയ്യുന്നത് എന്നേ ചെയ്യത്തുള്ളൂ. തിങ്കളാഴ്ച മുതൽ ചുമ്മാതിരിക്കും, ശനിയാഴ്ച വന്നിട്ട് എല്ലാവരെ സൗഖ്യമാക്കും. ലവന്മാർക്ക് ഭ്രാന്ത് കയറ്റാൻ. ശബത്തിന്റെ അന്ന് തന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് ഫുഡ് കൊടുത്തില്ല. ഫുഡ് കൊടുക്കാത്ത അവരെ അപ്പൊ ഞാൻ പറയാം, നമുക്ക് വിശന്നിരിക്കുമ്പോ നല്ല തട്ടുകടയുടെ മുമ്പിൽ പോയാൽ എന്ത് വരും? നാക്കി വെള്ളം വരും. അയ്യോ, വിശപ്പ് വീണ്ടും കുറെ കൂടെ കൂടും. അപ്പം വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പിന്റെ വയലിൽ കൂടെ വിശന്നുള്ളവന്മാരെ വിട്ടുള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 2 ടൈപ്പ് ആളുകളാണ്. ഒന്ന് കതിര്, ഈ നെല്ലിന്റെ കതിരുണ്ടല്ലോ. നീ നെല്ല് കണ്ടിട്ടുണ്ടോ മോനെ? അരി ഉണ്ടാക്കുന്ന, ചോറുണ്ടാക്കുന്ന, നെല്ല് ഉണ്ടാക്കുന്ന ചെടി കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടായിരുന്നു? ടൂർ പോയപ്പോ കണ്ട്. രക്ഷപ്പെട്ടു. അവൻ അരിയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. അരി എല്ലാം മരത്തിൽ കായ്ക്കുന്നു എന്ന് പറയുന്ന ഒരു കാലം വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഞങ്ങള് എല്ലാം, ഞാനും എന്റെ അനിയനെല്ലാം കൂടെ ഒരു വയലത്തിൽ ഇങ്ങനെ നടന്നാ പോന്നെ. അവിടെ ചെല്ലുന്ന രസമാണ്. ബോധം ഈ കതിരിനകത്ത് ഇങ്ങനെ ഈ കൂമ്പ് വന്ന് നിൽക്കും. അത് ഭയങ്കര മുറ്റത്തില്ല. അത് നല്ല പാൽ മധുരമാണ് ഭയങ്കര. അത് വലിച്ചെടുത്തിട്ട് ഈ അതിന്റെ ഉടമസ്ഥ കണ്ടാൽ ഓട്ടിക്കും. നമ്മൾ പിന്നെ കണ്ടത്തിൽ കൂടെ ഓടും. ആ കണ്ടം വഴി ഓടുന്നൊക്കെ പ്രധാനം കേട്ടിട്ടുണ്ടോ? അതൊക്കെ അങ്ങനെ സംഭവിച്ച. ഇത് ഈ കതിരിങ്ങനെ ഊരി എടുത്തിട്ട് അത് വീട്ടിൽ വിശപ്പില്ല കേട്ടല്ല. ഇത് കൈ കിട്ടുന്നതല്ല. പിന്നെ വല്ല പുളിമരം കണ്ട പുളിമരത്തിൽ എറിയും. കണ്ണി കണ്ടതെല്ലാം കഴിക്കുന്നൊരു പ്രായമാണ്. വിശപ്പാണ്, പറയാൻ വേണ്ട. അറിയാലോ, ഞാൻ ഇതൊക്കെ ഇപ്പൊ ലോകം മൊത്തം കാണുന്നുണ്ട്. ഈ വെള്ളക്ക ഉണ്ടല്ലോ, വെള്ളക്ക, കൊച്ചക്ക ഇല്ലേ, അങ്ങനെ കൊച്ചങ്ങ. അത് ആ കൊച്ചങ്ങ വെറുതെ എടുത്തില്ലെന്നേ, അവനെ പൊളിച്ച് ചവയ്ക്കും. അതുകൊണ്ട് എന്താ പറയുക, ഞങ്ങൾക്ക് അന്ന് ഈ ആവശ്യമില്ലാത്ത രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ 3 നേരം 3 തുള്ളി വെള്ളം തല വീണാൽ കൊരയോടെ കൊരയാ. എന്താ കാര്യം? പണ്ട് നമ്മൾ മഴയത്ത് ഇറക്കി വിടും, പോത്ത് പോലെ നനയും, ഒരു അസുഖവും വരത്തില്ല. ചെളി കിടന്ന് ചാടും, ചെരുപ്പില്ലാതെ റോഡേ നടക്കും, ഒരു രോഗമില്ല. ഇപ്പം മോനെ ചെരുപ്പിടാതെ പുറത്തിറങ്ങല്ലേ, കാല് കണ്ടമിനേഷൻ ആവും. കുറെ ഇംഗ്ലീഷ് പഠിച്ച് കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കണ്ടാമിനേഷൻ, ഇൻഫെക്ഷൻ ആകുമാനെ. ഇതെല്ലാം 28 ദിവസം കൊണ്ട് കോഴി വളർത്തത്തില്ല. 28 ദിവസത്തെ കോഴി വരുന്നുണ്ടോ? 28 ദിവസം അങ്ങ് പെരുക്കും. ബ്രോയില് അങ്ങോട്ടിട്ടാലും കരയും, ഇങ്ങോട്ടിട്ടാലും കരയും. അവസാനം ഒരൊറ്റ കരച്ചിൽ കരയും. പിന്നെ വെള്ളം കുഴിച്ചിട്ട് ആപ്പോ ഈ സൈസുകളാണ് ഇപ്പോഴത്തെ പിള്ളേർ. എന്തെങ്കിലും പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അറിയോ? പറ. ഞാനറിയാം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവരെ പ്രതിസന്ധി. ഞാൻ അങ്ങോട്ട് പോവാം, വയലിലോട്ട് പോവാം. യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഇവര് വിശന്നപ്പോ എന്ത് കതിര് പറിച്ച് തിരുമ്മിയിട്ട് ഓരോരുത്തന്മാരും 12 എണ്ണോ 30 നല്ല ഫുഡൊക്കെ കഴിച്ച് ജീവിച്ച പിള്ളേരാ. ഇപ്പൊ ഒന്നുമില്ല, ഇങ്ങനെ കൂടെ ഇറങ്ങിയിട്ട് ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വയലിൽ നിന്നുള്ളതെല്ലാം കൂടെ പറിച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ പരീക്ഷന്മാരും ശാസ്ത്രികളുടെ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ നിയമം ലംഘിച്ചിരിക്കുന്നു. എന്തോ നിയമം എന്നറിയോ? എത്ര നിയമം ലംഘിച്ചറിയാമോ? ശബത്തില് 1 കറ്റ് പറിച്ചെടുത്തില്ലേ, കൊയ്ത്ത് നടന്നു. എന്തോന്ന്?
കൊയ്ത്ത്. അത് കയ്യിലിട്ട് തിരുമിയില്ലേ, മെതി നടന്നു. നിസാരമല്ല, നിങ്ങളൊക്കെ ഭാഗ്യശാലികളാ. മെതി നടന്നു എന്നൂതിയപ്പോ പാറ്റിപ്പറക്കി. മൂന്നാമത്തെ കൽപ്പന ലംഘനം. വായിലോട്ടിട്ട് ചവച്ചപ്പോൾ ഗ്രൈൻഡറിനകത്ത് ഗ്രൈൻഡ് ചെയ്തു. എത്ര ലംഘനം? 4 ലംഘനം. സത്യം പറഞ്ഞാൽ ഒരു ശകലം ഗോതമ്പെടുത്ത് വായിട്ടതേ ഉള്ളൂ. അവരുടെ നിയമപ്രകാരം മഹാഭാവിയാണ്. കർത്താവ് ഇട്ടില്ല. കർത്താവ് പറഞ്ഞു, എടാ നിന്റെ നേതാവുണ്ടല്ലോ ദാവീദ്, അല്ലല്ല നിന്റെ പുരോഹിതന്മാരുണ്ടല്ലോ, അവര് ശബത്തിന്റെ അന്ന് ദേവാലയത്തിനകത്തിരിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ മേശയിൽ അപ്പം തിന്നുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. പണ്ട് ദാവീദ് ഉണ്ടല്ലോ, നിങ്ങളുടെ നേതാവ് ദാവീദ്, യേശു പറയാം നേതാവ് ദാവീദ്, അങ്ങേര് വിശന്നപ്പ കൂട്ടാളികളിലോട്ട് തെറച്ചെന്ന് പള്ളിക്കകത്ത് കയറി യഹൂദന്മാരായ പുരോഹിതന്മാർക്ക് മാത്രം തിന്നണ്ട കാഴ്ചയപ്പം തിന്നല്ലോ, ഒന്നും കുഴപ്പമില്ലല്ലോ, പിന്നെന്താ എന്റെ ശിഷ്യന്മാർ തിന്ന. ഇതിനകത്തൊരു പ്രധാന റെവലേഷൻ ഉണ്ട്, പറയട്ടെ. ദേവാലയത്തിനകത്ത് വന്ന് ദ പേഴ്സൺസ് ദോസ് ഹു ആർ ഇൻ ദ ടെമ്പിൾ, അവിടെ എന്ത് ചെയ്താൽ അവിടുത്തെ ആ കാര്യം, ആ കാഴ്ചയപ്പത്തിന്റെ മേശയിൽ അത് ഭക്ഷിച്ചാൽ ദാറ്റ് ഈസ് ഹോളി അൺടു ദം. ലംഘനമില്ല. അങ്ങനെ അത് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാനാണ് ദേവാലയത്തെക്കാൾ വലിയവൻ, ഞാൻ ശബത്തിനും കർത്താവാണ്, എന്റെ ശിഷ്യന്മാർ എന്നിലാണ് ഈ ഗോതമ്പ് തിന്നത്, ദേ ആർ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്. മനസ്സിലായി ഞാൻ പറഞ്ഞു? ദേവാലയത്തിനകത്ത് വന്ന് ഭക്ഷിക്കുമ്പോൾ അത് വിശുദ്ധമാണെങ്കിൽ ഈ ശിഷ്യന്മാർ നിങ്ങൾ വെളിയിലല്ല കാണണ്ടേ, ദേ ആർ ഇൻ മീ, ഐ എം ഗ്രേറ്റർ ദാൻ ദ ടെമ്പിൾ. Glory to God. ക്രൈസ്റ്റ് രക്ഷിച്ചോ? എങ്ങനെ കൊണ്ടുവന്നേ? ഞാനാണ് ടെമ്പിൾ, ടെമ്പിളിനേക്കാൾ വലിയവൻ, ഈ കുഞ്ഞുങ്ങൾ എന്റെ അകത്താണ്, ദേ ആർ ഇൻ മീ, ഐ എം കൗണ്ടിങ് ദം as living in me, they are dwelling in me, so whatever they do, it is perfectly perfect and completely complete. They are complete in Christ. ഒരു ഹല്ലേലൂയ. So let us turn to this word. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് എത്ര പ്രമാണങ്ങളുണ്ട് ഇവിടെ? ഞാൻ പറഞ്ഞു പെന്തിക്കോസ്തസിൽ വരുമ്പോൾ നമുക്ക് 7 അടിസ്ഥാന ഉപദേശം അല്ലേ? എന്തൊക്കെയാ? മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ്, മാനസാന്തരം, ഞാനും മറന്നു ഇല്ലേ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വേർപാട്, അപ്പം നുറുക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, പ്രാർത്ഥന, കൂട്ടായ്മ. ഇങ്ങനെ 7 അടിസ്ഥാനം. പത്രോസ് പ്രസംഗിച്ച പ്രസംഗം അമ്മര് ഓരോ അക്ഷരം എടുത്തിട്ട് ഉണ്ടാക്കിയതാ. ഇങ്ങനെ നമ്മൾ ഓരോ അടിസ്ഥാനം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണം. ഒരാൾ പ്രസംഗത്തിലെ 15 മിനിറ്റത്തെ പ്രസംഗം എടുത്തിട്ട് 4 വാക്ക് ഇട്ടിട്ട് പറയും ഇത് അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുക. ഇതൊക്കെ ഒരു കാറ്റ് വന്നാൽ പൊളിഞ്ഞു വന്ന അടിസ്ഥാനമേ ഉള്ളൂ. 4 ചോദ്യം ചോദിച്ചാൽ തീരും. എവിടുന്ന് മാനസാന്തരപ്പെടണം? ആരോടാ സംസാരിക്കുന്നത്? യഹൂദന്മാരോടാ സംസാരിക്കുന്നത്. അവരോട് പറഞ്ഞെന്താ? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന്, ശ്രദ്ധിക്ക് പ്രിയരെ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണോ? തെറ്റിയോ? അടിസ്ഥാന ഉപദേശത്തിനകത്ത് പോയോ? പാപങ്ങളുടെ മോചനത്തിനാണോ സ്നാനപ്പെടുന്നത്? പാപമോചനത്തിന്റെ മാനസാന്തര സ്നാനം ആരുടെ സ്നാനോ? യോഹന്നാന്റെ സ്നാനോ? അപ്പൊ പത്രോസിന് ഏത് സ്നാനേ അറിയത്തുള്ളൂ? കിട്ടിയോ? അത് എടുത്തു വെച്ചിട്ടാ നമ്മൾ അടിസ്ഥാനോപദേശം ഒപ്പിച്ചേക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് അല്ല, നിങ്ങൾ സ്നാനമേറ്റ വാക്തത്വം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തും ദൂരസ്ഥർക്ക് ഹോളി സ്പിരിറ്റിനെ തരുന്ന വഴി. ഫോർ വാട്ട് ഹോളി സ്പിരിറ്റ്? എന്തിനാ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം? നിങ്ങളെല്ലാവരും ദേഷ്യത്തോട് നോക്കുന്ന എന്തേ? സ്നേഹത്തോട് നോക്കണേ പ്ലീസ്. ഞാനിങ്ങനെ സംസാരിക്കുമെന്ന് എന്തിനാ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം? പരിശുദ്ധാത്മാവിന് എന്തിനാ കൊടുത്തേ? പരിശുദ്ധാത്മാവല്ലേ? ആത്മാവല്ലേ? ക്രിസ്തുവിന്റെ ആത്മാവല്ലേ? എന്തിനാ ഈ ആത്മാവിനെ ഇവർ കൊടുത്തേ? ഇവരുടെ അകത്ത് എന്തില്ല? ഇവരുടെ അകത്ത് ജീവനില്ല. അപ്പൊ ജീവനില്ലാത്തവർക്ക് ജീവൻ പകരുന്ന നടപടിയാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്തോ? ശക്തി. പരിശുദ്ധാത്മാവേ ശക്തി. അടുക്കള ജോലി ചെയ്തുകൊണ്ട് വെണ്ടക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആന്റിയും പാടുന്ന പരിശുദ്ധാത്മാവേ ശക്തി പകരുന്നതിനാ കത്രിക അരിയാനോ? അത് വെണ്ടക്ക അരിയാൻ വേണ്ടി, അവിയൽ ഉണ്ടാക്കാനാണ്. എന്റെ പൊന്നു അങ്ങനെ ചക്കരകളെ, പരിശുദ്ധാത്മാവിന് ശക്തിക്ക് വേണ്ടിയല്ല തന്നെ, ചത്തുപോയവന് ജീവൻ കൊടുക്കാനാ തന്നത്. എസെക്കിയേൽ 37 എന്ന് പറഞ്ഞേക്കുന്നത് അസ്ഥി താഴ്വര, അസ്ഥിയോട് ചേട്ടെന്ന് പറഞ്ഞു, നരമ്പ് പിടിക്കട്ടെന്ന് പറഞ്ഞു, മാംസം പിടിക്കട്ടെന്ന് പറഞ്ഞു, തൊക്ക് പിടിക്കട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാ ആത്മാവിനെ ഇവന്റെ തന്നെ ഞാൻ അയക്കും. എന്തിനാ? എഴുന്നേറ്റ് സൈന്യമായി മാറാൻ. പെന്തിക്കോസ്തിന്റെ അന്ന് പരിശുദ്ധ റൂഹ വന്നത് ശക്തി പ്രാപിക്കാനല്ല, ജീവൻ പ്രാപിപ്പാനാ. വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടും. ഏതാ ഈ വക്രതയും കോട്ടമുള്ള തലമുറ? ആധുനിക ലോകത്ത് ഇന്റർനെറ്റും
ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളെല്ലാം വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന പറയായിരുന്നു, നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾ ഈ 2 ജനറേഷൻ കണ്ടതാ. ഒരു പഴയ തലമുറ, പുതിയ തലമുറ. ഈ പിള്ളേര് പഴയത് കണ്ടിട്ടില്ല. നമ്മൾ ഈ മോശയുടെ കൂടെ ഇറങ്ങിപ്പിടിച്ചിട്ടില്ലേ, മിസ്രൈമിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, കനാനിൽ എത്തുകയും ചെയ്യാതെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നൊരു തലമുറയാണ് നമ്മൾ. കാരണം നമ്മുടെ വല്യപ്പന്മാർക്ക് അന്നത്തെ ബുദ്ധിയും നമ്മുടെ പിള്ളേർക്ക് വേറെ ബുദ്ധിയോ. ഇതിന്റെ രണ്ടിന് നടുവിലാണ് താമസിക്കുന്നത്. ക്രൈസ്തവമാണ്. പണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരായിരുന്നു. ഇപ്പൊ പിള്ളേർ പറയുന്നത് ആര് കേട്ടോണം? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിയുണ്ട് മനുഷ്യ? ആരാ ചോദിക്കുന്നേ? ഈ 10ാം ക്ലാസ്സുകാർ പിള്ളേർക്ക് എന്റെ തന്തയ്ക്കൊന്നും വിവരം ബോധമില്ലെന്ന്. മൊബൈൽ എടുക്കാൻ അറിയത്തില്ല. ഫേസ്ബുക്കിനകത്ത് എന്തൊക്കെ ഉണ്ട്? സത്യവാ. ഈ ഫേസ്ബുക്കിനകത്ത് ഈ സൂത്രത്തിനകത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഇതിനകത്തൊക്കെ കാണുമ്പോഴാണ്. നമുക്കറിയത്തില്ല. എന്താ ഈ ജനറേഷൻ അതിനകത്ത് വളർന്ന് അവർക്കെല്ലാം അറിയാം. നമ്മളോ കുത്തിക്കൊണ്ടിരിക്കുക എപ്പോഴും. എന്റെ അമ്മയ്ക്ക് കുത്താനും അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കുത്തി ഫ്ലൈറ്റ് മോഡൊക്കെ ഓഫാക്കി വെക്കും. ആര് വിളിച്ചാലും കാണത്തുമില്ല. എന്റെ മൊബൈൽ ചത്തിരിക്കുക മോനെ. ഇതിന്റെയൊക്കെ കയ്യിൽ മറ്റേ കറക്കുന്ന സാധനം കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്ന ഇത് പ്രശ്നം ഇതാണ്. ഇന്നെന്തായാലും പാട്ട് കേട്ടില്ല. കാരണം ഒരു പാട്ട് സാധാരണ വരുന്ന ഓഫാക്കി ഇരുന്നോണം, അല്ലെങ്കിൽ അമ്മയാണെന്ന് നോക്കത്തില്ല. ഇത് ആ ജനറേഷനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു ഫോൺ വരുമ്പോൾ ഇവരുടെ വെപ്രാളുണ്ട്. എന്റെ പപ്പയുടെ ദൈവമേ, അപ്പനെ ഇട്ട് അമ്മയ്ക്കെല്ലാം കൊടുക്കാം. ആ ഫോണിനകത്ത് കോൾ വന്ന ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിരൽ കൊണ്ട് ഇങ്ങനെ. പക്ഷെ ഞങ്ങളുടെ അപ്പൊ കറണ്ടി കൊണ്ടില്ല, സാധനം അറിയത്തില്ലല്ലേ, ആ രീതിയിൽ ഒറ്റയടിയിരിക്കും. ഞാൻ പറയാം അത്രയ്ക്ക് വില വേണ്ടെന്നേ, ഇതൊക്കെ മതി. അതിലെ ചാന്ത് വാരി എറിഞ്ഞ സ്റ്റൈലാ അത്. കാരണം ദാറ്റ് ജനറേഷൻ ഇസ് ഡിഫറെന്റ്. ഇവിടുത്തെ പിള്ളേർ എങ്ങനെ നോക്ക്, അല്ലെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും കീ ഉണ്ടാക്കി വെച്ചിരിക്കും. തൗസൻഡ്സ് ആണ് ഇവർക്കറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവന്റെ കൈ കൊടുത്താൽ മതി. ഇരിക്കുന്ന സാധനം നത്തിന്റെ കൂട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ടെക്നീഷ്യനാണ്. അങ്ങനെ പറഞ്ഞറിയോ? മിണ്ടാതിരിക്കുന്നതിനർത്ഥം ദയവായിട്ട് ഞാൻ അങ്ങ് ഉപയോഗിച്ചതേ ഉള്ളൂ. എന്റെ മോനായതുകൊണ്ട് ഞാൻ ഇല്ലട മക്കളെ, നല്ല കുഞ്ഞാ, ടെക്നീഷ്യനാ, സയന്റിസ്റ്റാ, വിമാനം ഉണ്ടാക്കും, ശൂലം ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം ഒരു ശൂലം ഉണ്ടാക്കി എന്റെ വീട്ടിൽ എന്റെ മേശപ്പുറത്തോട്ട് ഞാൻ നോക്കി, എന്തിനാണ് ഇത് ഭീഷണിയാന്ന് തോന്നുന്നു, അറിയത്തില്ല. എല്ലിപ്പോ മര്യാദയ്ക്ക് ജീവിച്ചോണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് ഇല്ലേ? നമ്മൾ പറഞ്ഞ് ഇവർക്ക് മനസ്സിലായി, ഇവർ പറഞ്ഞ്. അപ്പൊ ഇതൊരു പ്രധാന ഇത് തന്നെയാണ് ഈ വേദവസ്തത്തിലും. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം, ഇതാണ് പുതിയ നിയമത്തിന്റെ പ്രശ്നം. പഴയ നിയമത്തിലെ എല്ലാ കാര്യവും കിടപ്പുണ്ട്, പുതിയ നിയമം കിടപ്പുണ്ട്. ഇത് ഫുള്ളായിട്ട് മാറിയിട്ടുമില്ല, മറ്റതൊട്ട് വന്നിട്ടുമില്ല. ഇതിന്റെ നടുവിൽ കിടക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളാണ് ഈ വേദവസ്തത്തിനകത്ത കഥാപാത്രങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവര് ഈ യഹൂദ മതത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഞാൻ പെട്ടെന്ന് പറയാം. അപ്പൊ ഇവരോട് ആദ്യം പറയാണ് എന്തുവാ, ഞാൻ അടിസ്ഥാന ഉപദേശം ഞാൻ വിടുക കേട്ടോ. രണ്ടാമത് അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 6-ാം അധ്യായമാണ്. ഏതാ? നിർജ്ജീവ പ്രവൃത്തികളുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലും വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, ശിക്ഷാവിധി. 6 കാര്യങ്ങൾ. ലിസൺ ടു മീ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ 6 കാര്യങ്ങൾ സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു. വേറെ പറയുന്നവർ കാണുമായിരിക്കും, ഉള്ളവർക്കായി സ്തോത്രം. പക്ഷെ കൃത്യമായ ഒരു ബോധ്യം ഇതിൽ ദൈവം തന്നിട്ട് പറഞ്ഞു, ഇത് സഭയുടെ അടിസ്ഥാന ഉപദേശം അല്ല. പിന്നെന്തുവാ ഇത് പറഞ്ഞേക്കുന്നത്? ഈ കാര്യങ്ങൾ വിട്ടിട്ട് വിട്ടുകളാ, ലെഫ്റ്റ് ചെയ്യുക. അഫെമി, ഞാൻ കഴിഞ്ഞ ദിവസം അഫെമി എന്താ? ഗിവ് അപ്പ്. ഏതെങ്കിലും ഒരു ആള് അടിസ്ഥാനം കളയാൻ പറയൂ. മാത്തമാറ്റിക്സ് പഠിക്കാൻ പോയില്ലേ? A+B ഹോൾ സ്ക്വയർ ഇസ് ടു A² + 2AB + B² എന്താ മക്കളെ? അത് നീ പിന്നെ പഠിച്ചോളൂ. tan θ + cos θ = cosec θ. ലോകത്ത് ഇതുവരെയും പ്രയോജനപ്പെടാത്തൊരു കണക്കാണ്, അറിയാലോ. കോഴിത്തീറ്റ, കാലിത്തീറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. tan θ cos θ. പിള്ളേരെ മോനെ അത് എവിടെയും പ്രയോജനപ്പെടൂടാ. പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടത് പഠിച്ചതെന്ന്? കുമാരനാശാന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് ഇതെല്ലാം. ബേസിക് അല്ലേ? കുമാരനാശാന്റെ കവിത കുത്തിയിരുന്ന് കാണാതെ പഠിച്ചിട്ട് പരീക്ഷ ചെയ്ത് എത്ര പേരുണ്ട്? എല്ലാവരും ഉണ്ടല്ലേ. ജീവിതത്തിൽ ഇന്ന് വരെയും പ്രയോജനമുണ്ടോ? ശ്രതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്തമാൻ 2 അക്ഷരം കുറഞ്ഞിട്ടുള്ളത് മഞ്ചരിയായിടും. എന്തോന്ന്? മഞ്ചരിയുടെ ദൈവമേ, അതിന്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ലേ? അറിയാതെ വന്നു പോയതാ. ഈ സംഭവം കൊണ്ട് ഈ 5 രൂപയുടെ പ്രയോജനമുണ്ടോ? ഇപ്പൊ പറയാൻ പറ്റി, അത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പോയിട്ടെന്ന് പറഞ്ഞാൽ പോട്ടെന്ന് പറയില്ലേ?
ടാൻ തീറ്റ, കോസ് തീറ്റ, കൊസിക് തീറ്റ പോട്ടെ, ശരി, അത് പ്രയോജനമില്ലാത്ത. അതേസമയം 1 + 1 2, 2 + 1 പറയടാ മക്കളെ, 2 + 1 3, 3 + 1 4. ഇതല്ലേ ബേസിക്? ഞാൻ അങ്ങ് മാത്തമാറ്റിക്സിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് MSc മാത്സ് ആന്നിരിക്കട്ടെ. അങ്ങനെ കാണാം എന്റെ പ്രൊഫസർ വന്നിട്ട് പറയാം, നീ 1ാം ക്ലാസ് മുതൽ 5 മണി മുതൽ പഠിച്ചിരിക്കുന്ന ആ കണക്കിന്റെ ആദ്യ പാഠം കളഞ്ഞേര് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയ്യാ ഇത് ബാക്കി പഠിക്കുന്നു? പറ്റുമോ? അപ്പൊ ഈ എഴുതിയ എഴുത്തുകാരൻ ഇത് നിങ്ങൾ കളയണമെന്ന് പറയണമെങ്കിൽ അർത്ഥം ഇത് പുതുനിയമസഭയുമായി ബന്ധമില്ലാത്തതാണ്. ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു. ഗ്രാമർ അറിയാലോ, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓരോ ടെൻസിനകത്തുണ്ട് പെർഫെക്റ്റ് പാസ്റ്റ്, ആ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് എല്ലാം ഉണ്ട് അല്ലേ? ദൈവമേ ഉപദ്രവിക്കില്ല, എന്നെ കൂടുതൽ ചോദിക്കരുത്. ഈ സംഭവം നീ എത്ര PhD എടുത്താലും നീ പഠിച്ച ബേസിക് ഗ്രാമർ കളയാൻ പറയാൻ പറ്റുമോ? പറയത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുക, ഈ അടിസ്ഥാനം കളയണം, ലീവ് ചെയ്യണം, ഗിവ് അപ്പ് ചെയ്യണം, ഉപേക്ഷിക്കണം, വിട്ട് കളയണം. എന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എവിടെയാ പഠിപ്പിച്ചത്? ശ്രദ്ധിച്ച് കേൾക്കണം. പറയും, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എവിടെയാ പഠിപ്പിച്ചത്? പഴയ നിയമത്തിൽ. ഉൽപ്പത്തി 1 മുതൽ മലാക്കിയുടെ സുവിശേഷം വരെ, മലാക്കിയുടെ ലേഖനമല്ലല്ലോ, പ്രവചന പുസ്തകം വരെ എല്ലാം സ്ലിപ്പ് ഓഫ് ടങ്. ഇതുവരെ പഴയ നിയമം മുഴുവൻ എന്താ പഠിപ്പിച്ചേക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ച്. എമ്മബസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? തിരുവെഴുത്തുകളിലും പ്രവാചകന്മാരിലും ന്യായപ്രമാണത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞത്, തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് തെളിയിച്ചു കൊടുത്തു. തന്നെക്കുറിച്ച്. അപ്പം പഴയ നിയമത്തിൽ ആരെ കുറിച്ച് പറയുന്നു? അപ്പൊ യേശുവിനെ കുറിച്ചുള്ള ആദ്യ പാഠം ഏതാ? പഴയ നിയമം. അങ്ങനെയാണ് ഈ 6 ഉപദേശം ഏതാ? പഴയ നിയമ സംബന്ധിയായ ഉപദേശങ്ങൾ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഉപദേശം നമ്മൾ കഴിഞ്ഞ അടിച്ചെടുത്തു, നിർജീവ പ്രവൃത്തികളെ വിട്ടുള്ള അതെന്താ നിർജീവ പ്രവൃത്തികൾ വിട്ടുള്ള മാനസാന്തരം? ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് നിർജീവ പ്രവൃത്തി. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വിതയും കൊയ്ത്തും ഇല്ലേ? എന്തോ വിതയും ഉണ്ട്. നമ്മൾ അത് എവിടുത്തെ പഠനോ? വിതച്ചാൽ കൊയ്യും, വെയ് രാജാ വെയ് ഇല്ലേ? 1 വെച്ചാൽ 100 കൊയ്യും, 100 വെച്ചാൽ 1000 കൊയ്യും, വെയ് രാജാ വെയ്. എവിടാ? പണ്ട് ചന്തയിലുണ്ടായിരുന്നു, ഇപ്പം പള്ളിയിലും ഉണ്ട്. സ്തോത്രം. അത് ആരാ പഠിപ്പിക്കുന്നത്? വിതയ്ക്കണം, വിതച്ചാലേ കൊയ്യൂ. പാസ്റ്റർമാർ ശക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ വിതച്ചാൽ മാത്രമേ കൊയ്യത്തുള്ളൂ. പക്ഷെ യേശു എന്താ പഠിപ്പിച്ചേ? ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഒരു സ്വോത്രാവചനം തരാത്ത അവസ്ഥയായി. എന്നാൽ എനിക്ക് സത്യം പറയാനേ പറ്റത്തുള്ളൂ. ഈ യേശു എന്താ പഠിപ്പിച്ചേ? ആകാശത്തിലെ പറവുകളെ നോക്കി പറയുന്നേ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ പുലർത്തുന്നു. എന്റെ അർത്ഥം എന്താ? നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയത് വിതച്ചിട്ടല്ല, നമ്മുടെ പിതാവ് നമ്മെ പുലർത്തിയതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, കണ്ണുനീരോടെ വിതയ്ക്കുന്നു, ആർപ്പോടെ. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്? സന്തോഷത്തോടെ വിതയ്ക്കാൻ പറ്റുമോ? സന്തോഷത്തോടെ വിതയ്ക്കാൻ പറ്റുമോ? വിതയ്ക്കുന്നത് കണ്ണീരോടെ വിതയ്ക്കുന്നതല്ല ബാക്കി. പക്ഷെ പുതിയ നിയമത്തിൽ അപ്പം പുതിയ നിയമത്തിൽ നമ്മൾ കൊടുക്കുന്നത് വിതയ്ക്കുന്നതല്ല, സന്തോഷത്തോടെ കൊടുക്കാൻ. അപ്പൊ സന്തോഷത്തോടെ കൊടുക്കുന്ന ആർപ്പോടാ കൊയ്യുന്ന. അപ്പം നമ്മൾ കൊണ്ടുവന്ന് ദൈവത്തിന്റെ രാജ്യത്തിന് കൊടുക്കുന്ന 1 രൂപ അത് വിതയല്ല, അത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന്റെ കൊയ്ത്തിന്റെ നന്മ. ഒരു നല്ല ആമേൻ പറ. നിങ്ങൾക്ക് ആയുസ് തന്ന, ആരോഗ്യം തന്ന, ബലം തന്ന തമ്പുരാനെ സ്തോത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ 1 രൂപ കൊടുക്കുമ്പോൾ പറയുന്നതിന്റെ അർത്ഥം എന്നോ, ഇത് ഞാൻ കണ്ണുനീരോടെ വിതയ്ക്കുകയല്ല, ആർപ്പോടെ കൊയ്തു, ദാണ്ട് എനിക്ക് ആരോഗ്യം തന്നതിന് സ്തോത്രം. കോൺസെപ്റ്റ് മാറ്റണം. അല്ലെങ്കിൽ എന്ത് അറിയുമോ, നമുക്ക് കൊടുക്കാതെ വരും, ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയം പറയും, സ്തോത്രാഴ്ച ഒന്നും ഇടാത്തോണ്ടായിരിക്കും, സ്തോത്രം എനിക്കിപ്പോ ഒന്ന് ഭൗതികമായിട്ട് വഴികളൊന്നും, എടീ പാസ്റ്റർ ഒന്ന് വിളിക്കും, ഒരു 100 രൂപയെങ്കിലും കൊടുത്തൊന്ന് പ്രാർത്ഥിക്കട്ടെ, വഴിയൊക്കെ തുറക്കട്ടെ. ഇത് എവിടുന്ന് പഠിച്ച സാധനം? പഴയ നിയമ. ഈ ചർച്ച മൊത്തം എന്റെ ചക്കൻ മുത്തുക്കളെ ഞാൻ അറിയാൻ. പഴയ നിയമം ഇല്ലയോ? നമ്മൾ ഓടത്തിൽ നമ്മുടെ വണ്ടി പൂട്ടും. പഴയ നിയമം കൊണ്ട് ഓടാൻ പറ്റത്തുള്ളൂ. പഴയ നിയമത്തിൽ നമ്മൾ 24 മണിക്കൂർ കണ്ടംനേഷനില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ വഴി അങ്ങ് അടഞ്ഞു പോവുക. എല്ലാം ശരിയാവും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കിട്ടത്തില്ല. എന്തോ ഒരു പോരാട്ടം ഉണ്ട്. അപ്പം പഴയ നിയമം അറിയാവുന്ന ഉദ്ദേശം പറയും, അത് മിദ്യാന്റെ പോരാണ്. ഹല്ലേലൂയ, നീ കൊയ്താൽ അവൻ അടുത്തുകൊണ്ട് പോകും, സ്വത്രനാമേ. അപ്പൊ നമ്മുടെ മനസ്സിലെ ചിന്ത എന്തോ ശരിയാ, എന്തോ ഒരു മിദ്യാന്റെ പോരുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിക്കൊണ്ട് വന്നു, കൊയ്ത്തായപ്പോ അവ അറുത്തോണ്ട് പോയി.
എന്നൊക്കെ മാർക്ക് കുറഞ്ഞ കൊച്ചിന് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല. അന്നേരം നമ്മൾ എവിടെ പോയി തപ്പും? പഴയ നിയമം. പുതിയ നിയമത്തിൽ തപ്പിയാ കിട്ടത്തില്ല. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ തപ്പിയാ കിട്ടത്തില്ല. പുതിയ നിയമത്തിൽ ചിന്തിച്ചാലേ കിട്ടത്തില്ല. ഒരു സംഭവമില്ല. മുഴുവൻ ഓൾഡ് ഗവൺമെന്റ് സപ്പോർട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഫറവോന് ഞാനിനി, നീ എന്നാ പിന്നെ ഫറവോൻ അടിമയായിരുന്ന കാര്യം പറയാം. ആദ്യം പറ. ഈ പാടുമ്പോ ഒരു വിവരം വേണ്ടായിരുന്നു. കുത്തിയിരുന്ന് ഫറവോനു ഞാനിനി അടിമയല്ല. ഫറവോനാരാ? പിന്നെ നീ പാടുന്ന എന്തിനാ? ആ ഉമ്മ ഒരാളെ രീതി ഞാൻ പാടുന്നു. നല്ല ട്യൂണുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പാടുന്നത് എന്റെ സങ്കടങ്ങൾ സകലതും മോങ്ങിക്കൊണ്ടാ പാടുന്നത്. കരഞ്ഞോണ്ട് പാടിയിട്ട് പറയാം കാരണം മുഴുവൻ കണ്ടംനേഷനാ. നിനക്ക് കുറ്റമുണ്ട്, നിന്റെ ഇരിപ്പിനകത്ത് കുറ്റം, നിന്റെ നോട്ടത്തിൽ കുറ്റം, നിന്റെ നടപ്പി കുറ്റം, നീ ബൈബിൾ വായിച്ചിട്ടില്ല, നീ പ്രാർത്ഥിച്ചിട്ടില്ല. എന്റെ ചക്കര മക്കളെ, ഇതുകൊണ്ടൊന്നുമല്ല ദൈവം നിന്നെ സ്നേഹിച്ചേ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. ഒരു കാര്യം ഉറപ്പാ, ഞാൻ ഒന്നിനും കൊള്ളാതായിരുന്നപ്പോൾ തന്നെ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചെങ്കിൽ അവസാന നാൾ വരെ എന്റെ ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റും. ഒരു കാര്യം സത്യമാണ്. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിലെ ഒരു ശക്തിക്കും ദൂതന്മാർക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവനെ സ്നേഹിച്ചെന്നല്ല, അവൻ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹ കയറുകൊണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഒരു കാര്യം സത്യത്തെ പറ്റേ, എന്താ ജീവിതത്തിൽ വന്നാലും ദൈവം അറിയാതെ വരത്തില്ല. അത് വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ? നമ്മൾ നിസ്സാരമായിട്ട് പോലും നോക്കാത്തൊരു കാര്യം. ഇന്ന് രാവിലെ മുടി ചീകിയപ്പോൾ ആ ചീപ്പിനകത്ത് മുടി ഉണ്ടോ എന്ന് നോക്കി ആരെങ്കിലും ഉണ്ടോ? സഹോദരിമാര് കാണുമായിരിക്കും. മുറിഞ്ഞ മുടിയൊക്കെ കാണുമല്ലേ? പിന്നെ ഞാൻ നോക്കാറില്ല. എന്നെ കുറിച്ച് ദൈവത്തിന് ആകുലതയില്ല. എഴുതിക്കുന്നത് നിന്റെ തലയിലെ ഓരോ രോമം എണ്ണി. ഞാൻ ഇന്ന് രാവിലെ 5 പോയി. ദൈവം എന്താ പറയാ, 1,16,000 ഉണ്ടായിരുന്നു, 5 പോയി. എണ്ണി അറിയും. അപ്പൊ ഓരോ ദിവസവും തലമുടിയുടെ എണ്ണ അറിഞ്ഞ് അത് കണക്ക് നോക്കി അറിയാവുന്ന തമ്പുരാൻ. അതിന്റെ അർത്ഥം தெரியுമോ? നമ്മൾ നിസാരമെന്ന് കരുതുന്നത് പോലും ദൈവം തമ്പുരാന്റെ കൗണ്ടിങ്ങിലുണ്ടെന്ന്. ഓ, എന്തുവാ വാക്കിന്റെ അർത്ഥം? ഡസൻ മീൻ ദൈവം രാവിലെ ഇരുന്നിട്ട് ജോൺ ലോറൻസിന്റെ തലയിൽ 10,003 അടി വരാനൊന്നുമില്ല, 1000 മുടിയക്കണം കാണില്ലേ? കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്നേഹിതൻ പറയും, അച്ഛൻ്റെ വീഡിയോ കണ്ട് ഞാൻ പ്രസംഗം കേൾക്കാറ്, ഞാൻ മൂട്ടാക്കട്ടെ. എന്തോ എന്റെ തല കാണുമ്പോൾ പുള്ളിക്ക് വിഷമമാണ്. അതിനെല്ലാം ഒരു രഹസ്യം ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയുക, എന്റെ തല ഇങ്ങനെ, എന്റെ തലയെ കൈവെക്കാത്ത ഒറ്റ ഉപദേശമാരില്ല. 1991 മുതൽ 90 മുതൽ ഇവന്മാര് മൊത്തം ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം എന്റെ തലയിലായിരുന്നു. ഒന്നുമില്ലടാ മക്കളെ, എന്റെ മുടി പോയതേ ഉള്ളൂ. കാരണം അറിയുമോ, വേറെ പ്രധാനം അത് വരുന്നുണ്ട്. കൈവെപ്പ് ഇവിടെ എഴുതിട്ടുണ്ട്, കൈവെപ്പെന്നില്ലേ? കൈവെപ്പ് വരുന്നുണ്ട്. എല്ലാം ഒരാഴ്ച ഓരോന്നങ്ങ് പറയും. ഇവര് വിചാരിച്ചേക്ക് തരുമോ, ഈ കൈ അങ്ങോട്ട് ആ മുട്ടത്തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തോ അങ്ങ് പാസ് ചെയ്യുമെന്ന്. എടാ മന്ദബുദ്ധി, ഒന്നാമതേ ബോധമില്ലാത്ത തലയ്ക്കകത്ത് MD കാലിൽ കൊണ്ട് വെച്ചാൽ എന്ത് കിട്ടും? എവിടുന്ന് കിട്ടിയ ഉപദേശം എന്നറിയോ? പഴയ ദൈവത്തില് കണ്ടിട്ടില്ലയോ? കേരളത്തിലെ ഒരു ടിൻഡുമോൻ ഒരു ആഫ്രിക്കയിൽ പോയിരുന്നിട്ട് ഒരു സായിപ്പ് വീശിയാലേ ഇപ്പം വീഴത്തുള്ളൂ. കിടക്കുന്നത് കാരണം ഇവന് എന്താ പകർച്ചയാണ്. കൊറോണയാ പകരുന്നത്. ഇതൊക്കെ എവിടുന്ന് പിടിച്ചു? എന്താ പകർച്ച? വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. അഭിഷേകം 2 മടങ്ങ് വരുന്നത് എവിടുന്ന്? ഏലിയാവിൽ നിന്നോ? ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇതെല്ലാം ഓൾഡ് കവനന്റാ. ന്യൂ കവനന്റിൽ പകർച്ചയല്ല, ഒരാളിൽ നിന്ന് മറ്റൊരാൾ കൈമാറ്റമല്ല. തലയായവനിൽ നിങ്ങൾ പരിപൂർണരാണ്. തലയുമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധം. നിങ്ങൾക്ക് ദൈവശക്തി വരുന്നെങ്കിൽ, ദൈവകൃപ വരുന്നെങ്കിൽ, വെളിപ്പാട് വരുന്നെങ്കിൽ, വെളിച്ചം വരുന്നെങ്കിൽ, അഭിഷേകത്തിന്റെ വലുപ്പം കൂടുന്നെങ്കിൽ അത് ആരുടെയും കൈവപ്പിൽ വരുന്നതല്ല, നീ തലയുമായി ബന്ധമുള്ളതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നീ അഭിഷക്തനാണ്. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാൾ 1 സെന്റിമീറ്റർ പോലും ഞാൻ വലിയവനല്ല. യഥാർത്ഥത്തിൽ നിങ്ങളെക്കാൾ ഞാൻ ചെറിയവൻ. യേശു പറഞ്ഞ രാജമുണ്ട്, നിങ്ങൾ ദൈവരാജ്യത്തിൽ എന്തുവാ നേതാവാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദാസനായിക്കോളാം. ലോകത്തെ ശ്രേഷ്ഠന്മാരാണ് നിൽക്കുമ്പോൾ ഇവിടെ ദാസന്മാർക്ക് മാത്രമേ ശുശ്രൂഷിക്കാൻ പറ്റൂ. നിങ്ങൾ എന്റെ മുമ്പിൽ VIP ആളുകളാണ്. ഞാൻ നിങ്ങളെ സെർവ് ചെയ്യുന്ന വെറും എന്തുവാ ഹോട്ടലിലൊക്കെ വന്നിട്ട്, നമ്മൾ ഈ ഹോട്ടലിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ പോയിട്ടിരിക്കും,
ഒരു വെയിറ്റർ അദ്ദേഹം വന്നിട്ട് അയാൾ നിൽക്കും, ഭയങ്കര പവിത്രയോടെ നിൽക്കാൻ പറ്റും. കാരണം ഇനി ഇവൻ പോയി യജമാനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി പോകും. അതുകൊണ്ട് ഇവൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കും. അതും അതിനകത്ത് മോടെ ഞാൻ ഇരിക്കുന്നവനായിരിക്കും. അവൻ എന്തോ അതുണ്ടോ ഇതുണ്ടോ ഒരു 150 എന്നൊക്കെ പറയാം, അതുണ്ടോ ഉണ്ട്. അവസാനം ഇതിനൊന്നും തിരഞ്ഞെടുക്കത്തില്ല, ഇതങ്ങ് മടച്ചു വെച്ചിട്ട് പറയും അതുകൊണ്ട് അപ്പുറത്തെ ആ ടേബിളിൽ ഇരിക്കുന്നില്ല, അതിലൊരു പ്ലേറ്റ് ടിക്കറ്റ് എടുക്കുന്നത്. കാരണം ഈ ഒരു പുക വരാം, കാരണം അത് പുകയുന്നുണ്ട്, എന്തോ പുക. കാരണം അത് ഇതിനകത്ത് പുക വായിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ VIP ആരാന്നറിയോ? ഈ ഇരിക്കുന്നവനാ, ഈ മേശപ്പുറത്തിരിക്കുന്നവനാ. ആ ദാസൻ എന്തു? ശരി സാർ, യെസ് സാർ, ഓക്കെ മാഡത്തിന് എന്ത് വേണം? വെള്ളം സെർവ് ചെയ്യുക. ഇപ്പൊ ജോൺ ലോറൻസ് എന്ന് പറഞ്ഞ ആളിപ്പോ എന്തോ ചെയ്തോണ്ടിരിക്കുക? ഐ എം സെർവിംഗ് ദസ് റോയൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഓഫ് ഗോഡ്. ഇച്ചിരി അഹങ്കാരത്തോടൊക്കെ ഇരിക്കും പ്രിയരെ, ഗമയോട്ടിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറ. പറഞ്ഞ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു, ഒരാഴ്ച മുഴുവൻ നമ്മൾ വി ആർ ഗോയിങ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ഏറ്റവും മേത്തരമായ ഒരു മെസ്സേജുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്ക് വരുമ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ദാസന്റെ ജോലിയാണ്. അതുകൊണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും ഒരു ശുശ്രൂഷൻ എന്തല്ല, വലുതല്ല. ഇത് ആദ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് വാസയെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേക്കാൻ നല്ലത് ഇനി അതും കൂടെ പോയി. സ്തോത്രം. അയ്യോ, അങ്ങനെ പറയാതിരിക്കേ. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാന്ന് പറയാം, ഇല്ലേ? ഇപ്പൊ മോനേടാ എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞ് പറയും, ബിനു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ലേ? അതിന്റെ അർത്ഥം എന്താ? ബിനു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, എനിക്ക് ബിനു ബ്രദർ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ശരിയാ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇവിടെ ഇരിപ്പോണ്ട് നിങ്ങളല്ല എനിക്ക്. ഇപ്പൊ നിങ്ങൾ പവർ വിഷനൊക്കെ തുറന്നാൽ എന്ത് കിട്ടുന്നേ? പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട നമ്പർ വിളിച്ചാൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ ഗൂഗിൾ പേയുടെ സ്ക്രീനും അയച്ചു തരുവാൻ. ബാർകോഡ്. എന്തിനാ ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അതിന്റെ വിടുതൽ വേണമെങ്കിൽ ദൈവദാസന്മാരെ മാനിക്കണം. ഹലോ, കർത്താവ് പറഞ്ഞൊരു വാചകം ഓർമ്മ കേട്ടോ, സൗജന്യമായിട്ടാ മോനെ കിട്ടിയത്. ഗോഡ്സ് ചിൽഡ്രൻസ്. സോ നിർജീവ പ്രവൃത്തിയുള്ള മാനസാന്തരം, അത് എന്തോ ന്യായപ്രമാണത്തിലെ ജഡത്തിന്റെ പ്രവൃത്തി. എല്ലാവരും പറ, ജഡത്തിന്റെ പ്രവൃത്തി. മനസ്സിലായോ? ജഡത്തിന്റെ പ്രവൃത്തി പറ. ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തോ? ജഡത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നതിന് വരാം. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ ആരെയായിരിക്കും? ബീഡി വലിച്ചിട്ട് വെള്ളം അടിച്ച് കോന്തട്ടി നടക്കുന്നതിനെ പറയാം അവൻ ജഡത്തില. അതിനേക്കാൾ പരമജഡത്തിലാ ഈ പള്ളിക്കത്തിരിക്കുന്നത്. അവൻ ന്യായപ്രമാണം വിഴുങ്ങിയിട്ടിരിക്കുക. 2 കൽപ്പലകയും വിഴുങ്ങിയിട്ടായിരിക്കുന്നത്. അവന്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഇവൻ കൽപ്പല വിഴുങ്ങിയിട്ടിരിക്കുകയാണ്. ഇവിടെയിട്ടാ ജഡമാ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ചു. ക്രൈസ്തവ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഭയിൽ പോയി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അച്ഛൻ പറയുന്നില്ല, അവിടെ പോയാൽ ഞാനിങ്ങനെ അറിയാതെ ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഐപാഡുണ്ട്. അതിനകത്ത് ഓപ്പൺ ആയപ്പോൾ യൂട്യൂബിന് എന്തോരം ഒരു കിടക്ക്. അതിങ്ങനെ ഞാൻ അറിയാതെ നോക്കി. എൻ്റെ അടുത്തിരുന്ന ഗബ്രിയേലിന്റെ പെങ്ങളാന്ന് തോന്നുന്നു. പെങ്ങൾ പറഞ്ഞു, ഇത് ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് എന്തിനാ വീഡിയോ കാണുന്നതെന്ന്. എന്തോന്ന്? അതായത് ഹൗളിനകത്ത്. ഞാൻ പറഞ്ഞ ഇവിടെ ദൈവസാന്നിധ്യമല്ല, പല്ലിയും പാറ്റയും പുഴുവേ ഉള്ളൂ. പഠിച്ചു വെച്ചേക്കുന്നത് എന്തുവാ? പറ. ഈ ഇരിക്കുന്ന സ്ഥലത്ത് എന്തുണ്ടെന്ന്? എന്തുവായാലും നമ്മുടെ ചർച്ച അല്ലാത്തതുകൊണ്ട് ഇവിടെ ബോർഡില്ല. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനും അറിഞ്ഞില്ലെന്ന മിക്കവാറും എല്ലാ സഭകളിലും, ഇല്ലേ? ഇത് എവിടുന്ന് കിട്ടിയ വെളിപ്പാടാ? പഴയ നിയമത്തിൽ ദൈവം യെരൂശലേം ദേവാലയത്തിനകത്തുണ്ട്. പുതിയ നിയമത്തിലെ ഒരു സഭാഹോളിലും ദൈവമില്ല. ഹല്ലേലൂയ. പണ്ട് ഇവിടെ കൃപാസനം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ താങ്കൂരിൽ പോകുന്ന വഴി അവരുടെ ജനറൽ കൺവെൻഷൻ സെയിം പ്രസംഗിക്കാൻ പോയി. എന്റെ കുഞ്ഞുണ്ടെന്ന്, കുഞ്ഞ്. അപ്പൊ അവിടെ ഈ വലിയ എല്ലാ വെള്ളക്കുപ്പായക്കാരാ. സഹിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് മഞ്ഞക്കുപ്പായ ഇട്ടോണ്ട് പോയത്. ഒന്മാര് മുഴുവൻ എന്നെ ഇങ്ങനെ നോക്കുവോ. എന്നെ അടിച്ചിറക്കി വിടാത്തത് ദൈവകൃപയാ. സ്തോത്രം. അവസാനം എന്റെ കുഞ്ഞ്, അവള് ഈ കൊച്ചു പ്രായ, അവരുടെ മധുബഹ ഉണ്ടല്ലോ, ഈ അച്ഛൻ
മറുപക എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റേജ് ഉണ്ടല്ലോ, ഈ കൊച്ചു നടന്ന സ്റ്റേജിനകത്ത് കയറി അവിടെ കണ്ട് കുത്തിയിരിക്കുക. ഒരു വെള്ളയുടുപ്പിട്ട ഒരു കൊച്ചമ്മ, ഏതാ അവിടുത്തെ മൂപ്പത്തിയാന്ന് തോന്നുന്നു, മൂപ്പത്തി വന്നിട്ട് തമിഴ് പറയാ, இந்த இடம் പരിശുദ്ധமான இடம், இந்த പിള്ളകൾ കയറിക്കൂടാതെ. മനസ്സിലായില്ലേ? ഈ സ്ഥലം എന്തുവാ? നുണയനായിരിക്കുന്ന ദ്രവ്യാഗ്രഹിയെ മൂപ്പ കുത്തിയിരിക്കുന്ന സ്ഥലം ഇത്. ഇത് എവിടെ നിന്ന് കിട്ടി കോൺസെപ്റ്റ്? പഴയ നിയമം. എവിടാ ദൈവ സാന്നിധ്യം? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? എന്റെ അകത്താണ് ദൈവ സാന്നിധ്യം, ഞാനിരിക്കുന്ന സ്ഥലത്തല്ല. എവിടെ വന്നു? ഓൾഡ് കവനന്റ്. ഇതുപോലെ എടുത്തു കളയാൻ പോയാൽ 100 കാര്യങ്ങൾ എവിടെ കിടപ്പുണ്ട്? നമ്മുടെ ചിന്തകളിൽ കിടപ്പുണ്ട്. ഞാനിവിടെ ചെരുപ്പിടാതെ നിൽക്കുന്നെന്നറിയാമോ? ചെരുപ്പിട്ടാൽ ചിലർക്ക് ഇടർച്ച വരുമോ എന്ന് പേടിച്ചിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ കാലൊന്ന് നോക്കിയിട്ട് പോകണം. നല്ല കറുത്ത മാർബിൾ പോലെ ഇരിക്കും. കാരണം ഇവിടെയുള്ള എല്ലാ വിശുദ്ധിയും നിങ്ങളുടെ കാലേ കാണും. എവിടെ നീട്ടി ചിന്ത? നമ്മൾ ഇതൊന്നും പരിശുദ്ധ സ്ഥലമല്ല. പരിശുദ്ധ സ്ഥലം നിങ്ങളുടെ ഹൃദയമാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. നിങ്ങൾ ആ ദൈവത്തിന് വിലപ്പെട്ടത്, നിങ്ങൾ ആ ദൈവത്തെ ചുമക്കുന്നവർ, നിങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. ഇരിക്കുന്ന സഭാഹോളിലല്ല. വലിയൊരു ഓൾഡ് കവനന്റാ. ഇത് കളയണം. കളഞ്ഞിട്ട് പറയണം, ഞാൻ എവിടെ ഉണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ ആ ദൈവം വസിക്കുന്ന മന്ദിരം, എന്റെ ഉള്ളിലാണ് എന്റെ ദൈവം വസിക്കുന്നത്. എന്റെ പിതാവ് എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. വാക്കുകൾക്ക് ഞാൻ വിരാമം വിടാം. ഇന്ന് ഇത് മാത്രം പറഞ്ഞ നിർജീവ പ്രവൃത്തി, ദ വർക്ക് അണ്ടർ ദ ലോ. വേദപുസ്തകം പറയുന്നു, ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ദാറ്റ് വർക്ക് ഈസ് എ ഡെഡ് വർക്ക്. യഹൂദൻ മതത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ജനത്തോട് പറയാണ്, അടുത്ത 10 വർഷത്തിനകത്ത് ജഡ്ജ്മെന്റ് വരാൻ പോവുക. ബാക്കി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കോൺട്രോവേഴ്സി ആയിട്ടുള്ള ചില സബ്ജക്ട് ഉണ്ട് അതിനകത്ത്. പറയും, അടുത്ത 10 വർഷത്തിനകത്ത് ദൈവത്തിന്റെ കോപം വെളിപ്പെടാൻ പോവുക, യെരൂശലേം നശിക്കാൻ പോവുക, ജഡ്ജ്മെന്റ് വരാൻ പോകുക. അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം ചിന്തിച്ചോണം. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കളഞ്ഞിട്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിച്ചോണം. Come to the Lord 100% perfectly. Leave it. Leave it. Hallelujah. എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരു കാര്യം പറഞ്ഞ് നിർത്താം. You are the temple of God. You are the child of God. You are living in Christ. You are perfect in Christ. നല്ല ഹല്ലേലൂയ പറയാൻ പറ്റുമോ? വിശ്വസിക്കുന്നുണ്ടോ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണെന്ന്? ആമേൻ. നിങ്ങളുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങൾ ഡ്രസ് ചെയ്യുമ്പോൾ നിങ്ങളെ നോക്കിയിട്ട് പറയണം, ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാണ്. എന്റെ വാക്കുകൾക്ക് കുഴപ്പമുണ്ടാകാം, എന്റെ ചിന്താധാരകൾക്ക് കുഴപ്പമുണ്ടാകാം, എന്റെ സ്വഭാവത്തിന് കുഴപ്പമുണ്ടാകാം. പക്ഷെ എന്നെ ഇതെല്ലാം അറിയാവുന്നവൻ അവന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റി, അവനിൽ ഞാൻ പരിപൂർണനാണ്. Hallelujah. Praise the Lord. You are perfect in Christ. You are complete in Christ. അതുകൊണ്ട് ഈ ഞാനിത് നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെന്റാലിറ്റിയിൽ ഇത് മാറിപ്പോണം. ഓക്കെ? കാരണം എന്താ? ക്രിസ്തു നമ്മിൽ വന്നിരിക്കുന്നു. ഞാൻ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാൻ പോവാ. നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ ദൈവത്തിന് എങ്ങനെ തോന്നി? ഇത്രയും കുഴപ്പമുള്ള നമ്മളെ അവന്റെ മന്ദിരമാക്കാൻ തോന്നിയില്ലേ? ഇതിന്റെ പേര് കരുണയെന്നാണോ മിടുക്കെന്നാണോ? അവിടെ മിടുക്കല്ല, ദൈവത്തിന്റെ കരുണയാണ്. അർഹതയില്ലാത്ത എന്റെ മേൽ ദൈവം കാണിച്ച കരുണ, അവന്റെ വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഇവിടെ നിങ്ങൾ ഇറങ്ങുമ്പോ ഈ വെളിപ്പാട് അകത്ത് വെച്ചോണ്ട് പോകണം. ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാണ്. എനിക്ക് താഴ്ചയും ഉയർച്ചയില്ല, നല്ല കാലവും കഷ്ടകാലവും ഇല്ല, എനിക്ക് സീസൺസ് ഇല്ല. ഞാൻ വിതച്ചിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലല്ല ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിലത്രേ ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞൊരു പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. പൗലോസ് പറഞ്ഞു, എനിക്ക് ഏവരെക്കാളും, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങളിൽ എല്ലാവരെക്കാളും എനിക്ക് ജഡത്തിൽ പ്രശംസിക്കാനുണ്ട്. എന്തോ അതിനർത്ഥം? ഞാന് ജഡത്തിൽ പ്രശംസിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയാ, ഞാൻ ഇസ്രായേലിനാണ്, ഞാൻ യഹൂദ കുലത്തിൽപ്പെട്ടവനാ, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാ, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാ.
ന്യായപ്രമാണം സംബന്ധിച്ച അനന്യൻ. ഓ, ഇത് വാക്കിന്റെ അർത്ഥം. അനന്യൻ എന്ന് പറഞ്ഞെന്താ? ഒരു തെറ്റ് എന്നെ ചൂണ്ടി പറയാൻ പറ്റത്തില്ല. ഐ പെർഫെക്റ്റ് അണ്ടർ ദ ലോ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ. എന്നിട്ട് പറയുക, ക്രിസ്തുവിനെ സംബന്ധിച്ച പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, ആ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇത് മുഴുവൻ ചാവറന്നെണ്ണുകയാ. ഹല്ലേലൂയ. എന്റെ പദവി, എന്റെ കുലമഹിമ, എന്റെ ഗോത്രത്തിന്റെ മഹത്വം, ഞാൻ ന്യായപ്രമാണത്തിൽ ജീവിച്ച ജീവിതശൈലി മൊത്തം ഞാൻ ചവർന്നു കളയുക. എന്ത്? ക്രിസ്തുവിനെ സംബന്ധിച്ച പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ആമേൻ. ക്രിസ്തുവാ നിങ്ങളുടെ സമ്പത്ത്. ആമേൻ. ക്രിസ്തുവാ നിങ്ങളുടെ ഐശ്വര്യം, ക്രിസ്തുവാ നിങ്ങളുടെ കുലമഹിമ, ക്രിസ്തുവാ നിങ്ങളുടെ സ്റ്റാറ്റസ്, ക്രിസ്തുവാ നിങ്ങളുടെ ജീവിതം. ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് അൺടു യു. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ലെറ്റ് us stand up in the presence of the Lord and pray. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.